നാട്ടിക ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വെബിനാറിന് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്വാഗതം പറയാനായിട്ട് ജോർജ് മാത്യു സാറിനെ ആദ്യമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാം സാറേ. പ്ലീസ് കണ്ടിന്യൂ. ഗുഡ് മോർണിംഗ് ടു യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ നേരിട്ട്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോഗ്രാംസും പോളിസീസും പൊതുജന പ്രാധാന്യമുള്ള വിഷയങ്ങളും ജനങ്ങളിലേക്കും യുവജനങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നതിന് നേരിട്ട് ചെന്ന് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഒരു മാധ്യമ വിഭാഗമാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ. അപ്പൊ ഈ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ഓരോ പ്രതിസന്ധിയും ഓരോ വെല്ലുവിളിയും ആണ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ആശയവിനിമയം സാധ്യമാക്കുന്നതിന് സ്വീകരിച്ച നൂതന മാർഗമാണ് ഈ വെബിനാർ. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ SN കോളേജിലെ NSS യൂണിറ്റുമായിട്ട് ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം വിദ്യാഭ്യാസ വായ്പകളെ പറ്റിയാണ്. നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് വളരെ പരിണതപ്രജ്ഞനായ അനുഭവ സമ്പന്നനായ തൃശ്ശൂരിലെ ഫൈനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ, RBIയുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറും റിട്ടയർഡ് സീനിയർ കാനറ ബാങ്ക് മാനേജറുമായ രാമചന്ദ്രൻ സാറാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വായ്പയെ പറ്റിയുള്ള ക്ലാസ് നിങ്ങൾക്ക് നല്ലൊരു അവബോധം സൃഷ്ടിക്കും എന്നാണ് എൻ്റെ ഒരു പ്രത്യാശയും പ്രതീക്ഷയും. ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് നിങ്ങൾ ഈ ഡിസ്കഷനെ വളരെ ലൈവ്ലി ആക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. അടുത്തതായി സംസാരിക്കാനായിട്ട് NSS യൂണിറ്റിന്റെ കോർഡിനേറ്റർ ആര്യമിസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അധ്യക്ഷൻ പദവിയിൽ അലങ്കരിക്കാമെന്ന് ഏറ്റുള്ള പ്രിൻസിപ്പൽ എത്തിച്ചേർന്നിട്ടില്ല. ടീച്ചർ, എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന്റെ എന്തോ പ്രോബ്ലം രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ മനസ്സിലാക്കണം എന്ന് ഞാൻ നമ്മുടെ എല്ലാ ബഹുമാന്യരായ അതിഥികളോടും അപേക്ഷിക്കുകയാണ്. വർഷം നടക്കേണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇത്രയും ഉപകാരപ്രദമായ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. അതിന് നമുക്ക് എല്ലാ സഹായങ്ങളും നൽകിയത് ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ തൃശ്ശൂരാണ്. ജോർജ് മാത്യു സാർ നമ്മുടെ ക്യാമ്പസിന് മുൻപും പരിചിതനാണ്. ധാരാളം അർത്ഥവത്തായ പരിപാടികൾ അവരുമായി സഹകരിച്ച് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വെബിനാർ ആയതുകൊണ്ട് തന്നെ ഇതിനധികം ഔപചാരികത ആവശ്യമില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 67 പേരോളം ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. 110 പേരാണ് നമ്മുടെ വെബിനാറിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർ വഴിയെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അധികം താമസിക്കാതെ നമുക്ക് നമ്മുടെ മുഖ്യമായ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് ഞാൻ ആദരപൂർവ്വം സാറിനെ ക്ഷണിക്കുന്നു. അതിനു മുൻപായിട്ട് അംജിത് സാറ് ഉണ്ടോ? ലൈനിലുണ്ടോ? ജോർജ് മാത്യു സാറ്, അംജിത് സാറ്. ജോർജ് മാത്യു സാർ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അംജിത്ത് ജോയിൻ ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇതിനകത്ത് കാണുന്നില്ല. അതെ അല്ലെ? എന്നാ പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാല്ലേ സാറേ? ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഓക്കെ സാർ, ഞാൻ ആദരവ് രാമചന്ദ്ര സാറിനെ ക്ഷണിക്കുകയാണ്. യുവർ ടേൺ സാർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ജോർജ് മാത്യു സാറും അംജിത്തും. ഇവർ രണ്ടുപേരും കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞാൻ ഇവരുടെ ഒപ്പം തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും കൊടുങ്ങല്ലൂരും നാട്ടികയിലും ഈ കോളേജിൽ തന്നെ SN കോളേജിൽ തന്നെ ഞാൻ വന്നിട്ട് ഇവരുടെ EDIAക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 3-4 തവണ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ SN കോളേജിൽ തന്നെ വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ചാവക്കാട്, കുന്നംകുളം മുതൽ പരിസരത്തിലും അംജിത് സാറും ജോർജ് മാത്യു സാറോടൊപ്പം പല പരിപാടികൾ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവരോടെല്ലാവരോടും വളരെ നന്ദി. പിന്നെ ഇന്ന് സ്വാഗതം ആശംസിച്ച നിധിനോടും ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ആര്യ വിശ്വനാഥ് മാഡത്തിനോടും പ്രത്യേകിച്ച് ഈ സാമ്പത്തിക സാക്ഷരതാ കേന്ദ്രത്തിന്റെ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാം. ആദ്യമായിട്ട് തന്നെ
ഇന്നിപ്പോ മറ്റന്നാള് അത്തമായി. അപ്പോൾ ക്യാമ്പസുകൾ എല്ലാവരും ഉണരുന്ന ഒരു സന്ദർഭമാണ്. അത്തം 10 പൊന്നോണം, അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിച്ചിട്ട് നമുക്ക് ഈ അത്തം 10 പൊന്നോണം ഒത്തുപിടിച്ചാൽ മലയും പോരും. ഈ കൊറോണ എന്നുള്ള ഈ മഹാമാരിയെ നമുക്ക് എങ്ങനെയെങ്കിലും ഒത്തുപിടിച്ച് ഇവിടെ നിന്ന് പുറത്താക്കി നമ്മളുടെ ക്യാമ്പസിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഓണാഘോഷവും, ക്യാമ്പസിന്റെ നിറം തന്നെ ഓണക്കാലത്താണ് വരിക. ഈ ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ക്യാമ്പസ് ജീവൻ വരണമെങ്കിൽ തന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കളഞ്ഞ് പിള്ളേരെല്ലാവരും കൂടി അത്തപ്പൂക്കളവും പാട്ടും എല്ലാം ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തായാലും നിങ്ങൾക്കെല്ലാം ഒരു മുൻകൂറായിട്ട് തന്നെ ഒരു വളരെ ആരോഗ്യകരമായ ഉത്സാഹഭരിതമായ ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി ഇത് വിദ്യാഭ്യാസ വായ്പയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോ വർഷം കഴിയും തോറും വിദ്യാഭ്യാസ വായ്പയ്ക്ക് ജനപ്രീതി കൂടിക്കൊണ്ടുവരികയാണ് ഇന്ത്യ ഒട്ടാകെ. അതിനെന്താ കാരണം വെച്ചാൽ, ഒന്ന്, സമൂഹത്തിൽ എല്ലാവർക്കും തന്നെ വിദ്യാഭ്യാസം ആവശ്യമാണെന്നും അത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നങ്ങനെ കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം എന്ന ചോരഹാര്യം എന്നുവെച്ചാൽ രാജഹാര്യം എന്ന് പറഞ്ഞ പോലെ ഇത് കൊടുക്കും തോറും ഏറിടുന്ന ഒരു ധനം വിദ്യയാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന് ധനം കിട്ടുമോ? വിദ്യാഭ്യാസത്തിന് ധനം കിട്ടാവുന്ന ഒരു സന്ദർഭം, ഒരു വഴി എന്താണ് എന്ന് നമ്മളിപ്പോൾ ആലോചിച്ചു തുടങ്ങി. ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം നമ്മളുടെ ഇതിലേക്ക് വേറെ പല മേഖലകളും വരികയാണ് വിദ്യാഭ്യാസത്തിൽ. ഇത്രയും കാലം മുതലേ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MBBS അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർ അതൊക്കെ പോയി ഇപ്പോൾ ടെക്നോളജി തന്നെ നോക്കുമ്പോൾ മെറൈൻ ടെക്നോളജി, ടെക്സ്റ്റൈൽ ടെക്നോളജി, പെയിന്റ് ടെക്നോളജി, ജുവല്ലറി ഡിസൈൻ, ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, പിന്നെ ഹെൽത്തിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ, സാനിറ്ററി ഇൻസ്പെക്ടർ, ഇങ്ങനെയൊക്കെ തൊഴിലിന്റെ മേഖല വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, സിൽക്ക് ആൻഡ് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ECG ടെക്നീഷ്യൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഈ മേഖലകളിലേക്കൊക്കെയാണ് പുതിയ വിദ്യാഭ്യാസ മേഖലകൾ പോകുന്നത്. അത് പുറമെ നമ്മളുടെ ഡ്യുവൽ ഡിഗ്രീസ്, പണ്ട് BCom കഴിഞ്ഞിട്ട് LLBക്ക് പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നത് പോയി, ഇപ്പോൾ BCom വിത്ത് LLB ആയി, BA വിത്ത് LLB ആയി, BBA വിത്ത് LLB ആയി. റോബോട്ടിക്സ്, കോഡിംഗ് മുതലായ പല മേഖലകളും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മുഖം തന്നെ മാറ്റി എഴുതിക്കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സർക്കാരും അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിച്ചു. അപ്പൊ സർക്കാരിന്റെ അംഗീകാരത്തോടെ, കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ പോർട്ടൽ തന്നെ ഇതിന് തുടങ്ങിയിട്ടുണ്ട്. ഈ പോർട്ടലാണ് ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങൾക്കത് എത്രത്തോളം കാണുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ. www.vidyalakshmi.co.in. ഇത് നിങ്ങൾ ആരെങ്കിലും പ്രിന്റ് സ്ക്രീൻ ചെയ്തു വെച്ചാൽ പിന്നീട് എല്ലാവർക്കും വീണ്ടും ഇത് ഉപകാരമായിരിക്കും. www.vidyalakshmi.co.in. ഇത് റിസർവ് ബാങ്ക് അംഗീകരിച്ച കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലാണ്. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ വിരൽ തുമ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഉത്തരം കിട്ടും. ഒരു നിമിഷം. ഇതൊരു ഏകജാലക സംവിധാനമാണ്. അതായത് ഏകജാലക സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കയറി കഴിഞ്ഞാൽ ആകെ 3 സ്റ്റെപ്പ് വേണ്ടു. ഒന്ന്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ ഫോം, കോമൺ എഡ്യൂക്കേഷണൽ ലോൺ അപ്ലിക്കേഷൻ എന്നൊരു കോമൺ ഫോം ഉണ്ട്. ആ കോമൺ ഫോം ഫില്ലപ്പ് ചെയ്യുക. എന്നാൽ ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ ഇത് വിവിധ ബാങ്കുകളിലേക്ക് ഇതങ്ങോട്ട് എത്തിക്കോളും. ഇതാണ് ഇതിലുള്ളൊരു വലിയൊരു സൗകര്യം. ഇതിനകം തന്നെ ഇന്ത്യയിൽ 2019 മാർച്ച് ആകുമ്പോഴേക്കും തന്നെ ഏകദേശം ഇതിൽ 1 ലക്ഷം വിദ്യാർത്ഥികളെ ഈ പോർട്ടൽ വഴിക്ക് ലോൺ നേടിക്കഴിഞ്ഞു. ഇനി ഇതില് നമ്മുടെ വിഷയത്തില് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറഞ്ഞ മാതിരി തോന്നി. പബ്ലിക് സെക്ടർ ബാങ്ക്സ് മാത്രമല്ല ഈ പോർട്ടലില്, വിദ്യാലക്ഷ്മി പോർട്ടലില് അംഗമായിട്ടുള്ളത്. 40ഓളം ബാങ്കുകൾ വിദ്യാലക്ഷ്മി പോർട്ടലിലെ അംഗങ്ങളാണ്. അതായത് ഗ്രാമീണ ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇതൊക്കെ ഈ വിദ്യാലക്ഷ്മി പോർട്ടലിൽ അംഗമാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ, തൃശ്ശൂർ ജില്ലയുടെ കാര്യം മാത്രം നോക്കിയാൽ തന്നെ നമുക്കിവിടെ ഒരു
1219 ബാങ്ക് ശാഖകളുണ്ട്, സൊസൈറ്റി അടക്കം. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള സൊസൈറ്റി അടക്കം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കുമ്പോൾ 1219 ശാഖകളുണ്ട്. ഈ 1219 ശാഖകളിലൂടെ ഏകദേശം മുൻഗണനാ വിഭാഗത്തിന് 37,000 കോടിയാണ് വായ്പ കൊടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ മാർച്ചിലത്തെ കണക്കാണ്. 37,000 കോടി തൃശ്ശൂർ ജില്ലയിൽ മാത്രം മുൻഗണനാ വിഭാഗത്തിന് വായ്പ കൊടുത്തിട്ടുണ്ട്. ആകെ കൂടി കൊടുത്തിരിക്കുന്ന ഇത് മുൻഗണനാ വിഭാഗത്തിനാണ്, അല്ലാത്തത് മുൻഗണനാ വിഭാഗത്തിന് അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം 50,000 കോടിയാണ്. 486 കോടി വിദ്യാഭ്യാസ വായ്പയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആൾക്കാർ, പലതരം മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ ഇതിനകം ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോൺ കൊടുക്കുമ്പോൾ ബാങ്കുകൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അതിന് ഒരു എംപ്ലോയബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. എംപ്ലോയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമോ എന്നാണ് നോക്കുന്നത് എല്ലാവരും. പ്രത്യേകിച്ച് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ വരുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ലോൺ എടുത്ത് കുട്ടിക്ക് ഇത് കഴിഞ്ഞ് പഠിച്ച് ലോൺ എടുത്ത് പോയ കുട്ടികൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടി, ആ ജോലി കിട്ടി ഇത് തിരിച്ചടയ്ക്കുമോ എന്നുള്ള കാര്യമാണ് എല്ലാ ബാങ്കുകളും നോക്കുക. അതുകൊണ്ട് എംപ്ലോയബിലിറ്റി വളരെ പ്രധാനമാണ്. അത് നമ്മളും ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ പുതിയതായി പഴയ രീതിയിലുള്ള ഒരു സമീപനം പോരാ ഇതിന്. ഈ കാര്യങ്ങൾക്ക് നമ്മൾ പുതിയ മേഖലകളിൽ, ജോലി കിട്ടാൻ സാധ്യതയുള്ള മേഖലകളിൽ നമ്മുടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ ലോൺ തുക തീരുമാനിക്കുന്നത്. അപ്പൊ ലോൺ തുക തീരുമാനിക്കുന്ന അനുസരിച്ചിട്ട് ബാങ്കുകൾ ചില സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. പക്ഷെ സെക്യൂരിറ്റി എന്തായാലും ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് എത്തുന്ന ഒരു വിദ്യാർത്ഥി അഥവാ 18 വയസ്സായില്ലെങ്കിൽ അപ്പോൾ അച്ഛനമ്മമാര് ഒരു കോ ബോറോവർ ആയിട്ട് വരേണ്ടി വരും. ഈ കോ ബോറോവറുടെ സിബിൽ റേറ്റിംഗ് വളരെ പ്രധാനമാണ്. സിബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്, ഇതിനാണ് നമ്മൾ സിബിൽ എന്ന് പറയുന്നത്. ഈ സിബിൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കോറാണ്, ഒരു റേഞ്ചാണ്. ഇപ്പൊ 200 മുതൽ 750 വരെ ഒരു സ്കോർ ഉണ്ട്. ആ സ്കോറിൽ നമ്മുടെ സ്കോർ വളരെ മോശമാണെങ്കിൽ നമുക്കൊരു ലോൺ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. അപ്പൊ എപ്പോഴാണ് സ്കോർ കുറയുക? ഇപ്പൊ സ്കോർ കുറയുന്നതിന് ഒരു കാരണം, നമ്മൾ എവിടെയെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ബാങ്കിൽ വേണമെന്നില്ല, ഏതെങ്കിലും ഇപ്പോ ടെലിഫോൺ ബില്ല് അടച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്, ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെക്ക് കൊടുത്തു, ആ ചെക്ക് റിട്ടേൺ ആയി, അപ്പൊ അതിന്റെ വായ്പ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മളുടെ സ്കോർ താഴാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ ഈ കോ ബോറോവറുടെ ഈ സിബിൽ സ്കോർ വളരെ പ്രധാനമാണ്. ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യക്കകത്ത് ആവശ്യത്തിനനുസരിച്ച് ഇന്ത്യക്കകത്ത് എത്രയാണ് ആവശ്യമെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഇന്ത്യക്കകത്തുള്ള വിദ്യാഭ്യാസനും ഇന്ത്യക്കകത്തും പുറത്തുള്ള വിദ്യാഭ്യാസനും കിട്ടും. എത്രയോ വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് പുറത്തും പോയിട്ടത്. അപ്പോൾ ഈ കൊറോണ ഒക്കെ പുറപ്പെട്ട സ്ഥലത്തും വുഹാനിലൊക്കെ എത്രയോ ഇവിടെ നിന്ന് പോയ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയിരുന്നു. റഷ്യയിൽ പഠിക്കാൻ പോകുന്നുണ്ട്. എത്രയോ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ അനവധി ആൾക്കാർ പോകുന്നു. അതിനെല്ലാം അടക്കം തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ വായ്പ കിട്ടും. പണ്ട് ഇതിനൊരു 20 ലക്ഷം എന്നൊരു അപ്പർ സീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ അപ്പർ സീലിംഗ് ഒന്നും ഇല്ല. എങ്ങനെയാണോ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ലോൺ നിങ്ങൾക്ക് ലഭ്യത ഉണ്ട്. ഇനി RBI അംഗീകരിച്ച പദ്ധതിയാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോസ്റ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഫൈനാൻഷ്യൽ കൗൺസിലറാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് IBA വിദ്യാഭ്യാസ പദ്ധതി എന്നാണ്, മോഡൽ വിദ്യാഭ്യാസ പദ്ധതി. ഇതിലെ എല്ലാ ബാങ്കുകൾക്കും ചെറിയ ചെറിയ മാറ്റങ്ങളോടെ അവർക്ക് നല്ല ആകർഷകമായ പേരൊക്കെ വെച്ചിട്ട് പദ്ധതിക്ക് പേരിടും. ഇപ്പൊ കനറ ബാങ്കാണ് എങ്കിൽ അവര് വിദ്യാലക്ഷ്മി, വിദ്യാശക്തി, വിദ്യാതുരന്ത്, വിദ്യാസാഗർ എന്നൊക്കെ രീതിയിലൊക്കെ വിദ്യാഭ്യാസ വായ്പയ്ക്ക് പലതിനും, അതിന് ഓരോന്നിന് ഇന്ത്യക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്. അങ്ങനെ ഓരോ ലോണിനും ഓരോ പേരൊക്കെ കൊടുത്ത് വളരെ ആകർഷകമാക്കിയിട്ടുണ്ട്. ഓരോ ബാങ്കും അവരവരുടെ പേര്. പക്ഷെ എല്ലാ ബാങ്കുകളിലും എല്ലാ ഉദ്ദേശം ഒന്ന്, ആദ്യം അവർക്ക് ഒരു മെറിറ്റ് ബേസ്ഡ് ആണ്. ഇപ്പൊ എൻട്രൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസിൽ ഇപ്പോൾ അഥവാ റാങ്ക് ഇത്തിരി കുറേ ആയി പോയാലും നമുക്ക് തീർച്ചയായിട്ടും ഒരു അർഹതപ്പെട്ട പഠിക്കാൻ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഒരു സാമ്പത്തികമായ ഒരു സഹായം കൊടുക്കാൻ ഈ ബാങ്കുകളൊക്കെ തയ്യാറാണ്. ഇനി ഇതിനെല്ലാം പുറമെ ഈ ഇന്ത്യക്ക് അകത്തും പുറത്തും പഠിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യക്ക്
അകത്തന്നെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് വളരെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എത്രയോ ദിക്കിലെ IIT, എത്രയോ IIM, ഇതിന് പുറമെ ഹൈദരാബാദിൽ പോയ ISB, ഇങ്ങനെ അല്ലെങ്കിൽ പിലാനി, ബിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പിലാനി, ഇങ്ങനെ സ്ഥാപനങ്ങളൊക്കെ പഠിക്കാൻ വീണ്ടും സാമ്പത്തിക സഹായം, കൂടുതൽ സാമ്പത്തിക സഹായം ഈ വിദ്യാഭ്യാസ വായ്പ വഴിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാങ്കുകൾ നോക്കുന്നത് ഇതിലത്തെ ഒരു റിസ്ക് ആണ്, റിസ്ക് പെർസെപ്ഷൻ എന്ന് പറയും. അതായത് ബാങ്ക് ഇപ്പോൾ ഒരു 14 ലക്ഷം രൂപ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്ത സംഖ്യ ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചു വരുമോ ഇല്ലേ എന്നാണ് ബാങ്കുകളുടെ ഇതിൽ കാര്യങ്ങളിൽ നോക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് തിരിച്ചറിവ് വരണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ വേണ്ടത്, അതൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണം, നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടാവണം. ഇങ്ങനെ ഒരു സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകൾ ലോൺ തരാൻ മടിക്കില്ല. ഇതാണ് കാര്യം. പിന്നെ ഏതൊക്കെ കോഴ്സിന് തരും എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ കോഴ്സിനും UGC, AICTE, AIBMS മുതലായ അവർ അപ്രൂവ് ചെയ്ത എല്ലാ കോഴ്സുകൾക്കും വായ്പ കിട്ടും. ഇതിന് പുറമെ ICWA, CA, CFA ഈ കോഴ്സുകളിലും ബാങ്കിൽ നിന്ന് വായ്പ കിട്ടും. പിന്നെ IIT, IIM, IISc, XLRA, NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഇവരെല്ലാവരും നടത്തുന്നതിനും കിട്ടും. ഇതിന് പുറമെ ഏതെങ്കിലും വിദേശ സർവകലാശാല ഇന്ത്യയിൽ നടത്തുന്ന അപ്രൂവ്ഡ് കോഴ്സ് ഉണ്ടെങ്കിൽ അതിനും കിട്ടും. ഇത് എവിടെന്നാത് അറിയാം ഇത് അപ്രൂവ്ഡ് ആണോ എങ്കിൽ അല്ലേ എന്ന് അറിയണോ എന്നുണ്ടെങ്കിൽ www.ugc.ac.in UGCയുടെ സൈറ്റാണ്, www.ugc.ac.in. അതിൽ പോയാൽ ഇത് UGC അംഗീകൃതമായ കോഴ്സാണോ എന്നറിയാം. ഇല്ലെങ്കിൽ www.education.nic.in www.education.nic.in ഇതിൽ പോയി കഴിഞ്ഞാൽ ഇത് AICTE അപ്രൂവൽ ആണോ, അല്ലെങ്കിൽ AICTEയുടെ സൈറ്റിൽ തന്നെ പോവാം. AICTEയുടെ സൈറ്റിന്റെ അഡ്രസ് www.AICTE.org.in. ഇതിൽ പോയാലും നമുക്ക് ഇത് AICTE അപ്രൂവൽ ആണോ UGC അപ്രൂവ്ഡ് ആണോ എന്നൊക്കെ അറിയാം. ഇനി ഇന്ത്യക്ക് പുറത്ത്, ഇതൊക്കെ ഇന്ത്യയുടെ അകത്തുള്ള കാര്യം, ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പല ബാങ്കുകളും MCA, MBA, MS, CIMA അത് ലണ്ടനിലുള്ള ഒരു കോഴ്സിന്റെ പരിപാടിയാണ്. CPA അത് USA നടത്തുന്ന പരിപാടിയാണ്. ഇതിന് പുറമെ എയറോനാട്ടിക്കൽ, പൈലറ്റ് ട്രെയിനിങ്, ഷിപ്പിംഗ് ഇതൊക്കെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി തരും. അതിനൊക്കെ പല ബാങ്കുകളും പഠോ പരദേശ് പറഞ്ഞാൽ ഫോറിനിലേക്ക് പോകണം എന്നുള്ളത്, പഠോ പരദേശ് എന്നുള്ള, ഇപ്പൊ ഇന്നത്തെ ചുറ്റുപാടൊക്കെ ഇതിപ്പോ കഴിഞ്ഞാൽ മാറുമല്ലോ, നമുക്ക് നല്ലൊരു നാളെ എന്തായാലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പഠോ പരദേശ് എന്നുള്ള രീതിക്ക് ബാങ്കുകൾ ഇതിനു വേണ്ടി വേറെ ലോൺ കൊടുക്കുന്നുണ്ട്. ഇനി എന്തിനൊക്കെയാണ് ലോൺ കൊടുക്കുക, ഞാൻ ആവശ്യത്തിനനുസരിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബാങ്കുകൾ ചോദിക്കാൽ നിങ്ങൾ അവിടെ പോയോ, അഡ്മിഷൻ കിട്ടുമോ, അവിടുത്തെ എക്സ്പെൻസസ് എത്രയാണ് എന്ന് അവിടെ നിന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അഥവാ അവിടെ പോയി ഒരു അഡ്മിഷൻ കിട്ടിയാൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയാൽ, നമ്മൾ അവിടുത്തെ ആ കോഴ്സിന് വേണ്ട ചെലവുകളുടെ ഒരു പ്രോസ്പെക്ടസ് അവിടെ നിന്ന് വാങ്ങിച്ചു വരണം. അതിൽ ഏതൊക്കെ ചെലവിന് ബാങ്ക് ലോൺ തരും? ഒന്ന് ഫീസിന് തരും, ഹോസ്റ്റൽ ചാർജസിന് തരും, എക്സാമിനേഷൻ, ലൈബ്രറി, ലബോറട്ടറി ഫീസ് തരും. ഇന്ത്യക്ക് പുറത്തേക്കാണ് പോണതെങ്കിൽ അതിനുള്ള ട്രാവൽ എക്സ്പെൻസസും തരും. ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ മിക്കവാറും 18 ഇൻഷുറൻസ് ഇല്ലാതെ ഒരു കാര്യങ്ങളും ഇനി നടക്കില്ല. ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം, കോവിഡ് ഇൻഷുറൻസ്, കോവിഡ് കവച്, കോവിഡിനടക്കം ഇൻഷുറൻസ് വന്നു. ഇതിന് പുറമെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ജോർജ് സാറായിട്ടും അംജിത് സാറായിട്ടും ഞാൻ അനവധി സ്ഥലത്ത് പോയി ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ടെന്ന്. ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ച്, അതിൽ വളരെ പ്രധാനമായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയെക്കുറിച്ചും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ പദ്ധതികളെ കുറിച്ചും ക്ലാസ് എടുക്കാനാണ് അനവധി തവണ പോയിട്ടുള്ളത്. ഇത് രണ്ടും കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിലെ 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക്, അവർക്ക് ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടം കൊണ്ടുള്ള മരണമോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മരണമോ ഒന്ന് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ട് കുടുംബത്തിന് വരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന 2 പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും. ഇത് വളരെ പ്രധാനമാണ് കുട്ടികൾക്ക്. കാരണം നമ്മൾ റോഡിലേക്ക് നോക്കുമ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും അപകടം. ഈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നെങ്കിൽ അപകടം മൂലം അല്ലാത്ത മരണത്തിനുള്ളതാണ്. സാധാരണ പനി, ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ ഡെങ്കിപ്പനി, കൊറോണ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഏത് തരത്തിലുള്ള മരണത്തിനും വളരെ ചുരുങ്ങിയ പ്രീമിയത്തിന് ഉള്ള ഇൻഷുറൻസ് ആണ്, ലൈഫ് ഇൻഷുറൻസ് ആണ്. അതായത് മരണം വന്നാൽ കുടുംബക്കാർക്കുള്ള ഒരു സപ്പോർട്ടാണ് PMSBY, PMJJBY എന്ന പദ്ധതികൾ
PMSBY പദ്ധതിക്ക് 12 രൂപയെ വെറും 12 രൂപ മാത്രമേ ഒരു വർഷത്തേക്ക് പ്രീമിയം അടയ്ക്കണ്ടൂ. PMJJBYക്ക് ആണെങ്കിൽ ഒരു ദിവസത്തേക്ക് 1 രൂപ എന്നുള്ള രീതിക്ക് 365 രൂപ വേണ്ട, ഒരു വർഷത്തേക്ക് 330 രൂപയ്ക്ക്. അതിനൊരു GSTയും അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു പദ്ധതിയാണ്. ഏത് ബാങ്കില്, നിങ്ങളുടെ ബാങ്ക് ഏത് ബാങ്ക് ആയാലും, തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക്, ഇപ്പൊ പേര് മാറ്റി കേരള ബാങ്ക്, അതിലടക്കം സൊസൈറ്റിയിൽ പറ്റില്ല, ഏത് ബാങ്കിൽ പോയാലും നിങ്ങൾക്ക് ഈ പദ്ധതികളിൽ ചേരാം. ഇത്രയും സൗകര്യങ്ങൾ സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് പ്രീമിയം അടക്കം വിദ്യാഭ്യാസ വായ്പയിലൂടെ കിട്ടും. കോഷൻ ഡെപ്പോസിറ്റ്, ബിൽഡിംഗ് ഫണ്ട്, റീഫണ്ടബിൾ ഡെപ്പോസിറ്റ്, ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടതാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചില സ്ഥാപനങ്ങൾ, ഇപ്പോൾ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, ഞാൻ കുറച്ചു കാലം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. 10-32 വർഷം ബാങ്കിൽ തന്നെയാണ്, കനറ ബാങ്കിലാണ്. അതിനുശേഷം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു 5 വർഷം മാഷായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്റ്റഡി ടൂർ വരും, പ്രോജക്റ്റ് വർക്ക് വരും, തീസിസ് വരും. ഇതിനൊക്കെ ചിലപ്പോൾ 60,000-70,000 രൂപയൊക്കെ ചെലവ് വരും. ആ ചെലവടക്കം വിദ്യാഭ്യാസ വായ്പയിൽ ഉൾപ്പെടുത്തി കിട്ടും. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ പലതരം സ്കോളർഷിപ്പുകളുണ്ട്. ഒരു സ്കൂൾ പഠിച്ച് കോളേജിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന എഡ്യൂക്കേഷൻ സെമിനാറിൽ കേട്ടത് 34ഓളം പലതരം സ്കോളർഷിപ്പുകളാണുള്ളത്. അച്ഛനമ്മമാർക്ക് ഒരേ ഒരു മകള് മാത്രമേ ഉള്ളൂ, ഒരു പെൺകുട്ടിയാണെങ്കിൽ സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് വരെ ഉണ്ട്. പിന്നെ ITIയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് 2 വർഷം കോഴ്സാണെങ്കിലും 1 വർഷം കോഴ്സാണെങ്കിലും ഇനി എവിടെയെങ്കിലും 3 വർഷം കോഴ്സ് ഉണ്ടെങ്കിൽ അതിനടക്കം മാസം തോറും, ഇപ്പൊ നെടുപുഴ പോളിയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മാസം തോറും 1450 രൂപ ഒരു വർഷം, മാസമല്ല ഒരു വർഷം 1450 രൂപ ഗ്രാന്റ് കിട്ടുന്നുണ്ട്. സ്കോളർഷിപ്പുകളൊക്കെ കിട്ടാൻ, അത് ഏത് സ്കോളർഷിപ്പ് കിട്ടും എന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ ധാരാളം ഫണ്ട് ചെലവാക്കുന്നുണ്ട്. നമ്മളും കൂടി അതനുസരിച്ച് നമ്മളത് പോയി വാങ്ങിച്ചാൽ അത് നമ്മളുടെ നല്ലതിനാണ്. അപ്പൊ ഈ തരത്തിലുള്ള സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളത് ബാങ്കിനെ അറിയിക്കണം. കാരണം അത് ബാങ്കിലേക്ക് അവർ നേരിട്ട് വരുത്തി നിങ്ങളുടെ വായ്പ ലയബിലിറ്റി ഉണ്ടല്ലോ, ബാധ്യത, അതിലേക്ക് വരവ് വെച്ച് നിങ്ങളുടെ പലിശ ഭാരം കുറച്ചു തരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതിലൊരു കാര്യം, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും, എല്ലാവർക്കും ഇത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരുന്ന ഒരു സംശയമാണ്, നമുക്ക് എവിടെയെങ്കിലും പോയി മാനേജ്മെന്റ് ഫീസ് സീറ്റിലാണ് കിട്ടിയത്, മാനേജ്മെന്റ് കോട്ടയിൽ അവർ കൂടുതൽ ഫീസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് സ്ഥിതി? അപ്പൊ കേരള സർക്കാരും ഇതിനു വേണ്ടി ഒരു റെഗുലേറ്ററി ബോഡിയും ഉണ്ട്. കേരള സർക്കാരിന് വേണ്ടിയിട്ട് ഇവര് മാനേജ്മെന്റ് കോട്ടയ്ക്ക് എത്ര ഫീസ് കൊടുക്കാം, മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റിന് എത്രയാണ് എന്ന് ഇവര് തീരുമാനിച്ച സംഖ്യ മാത്രമേ ബാങ്കിൽ നിന്ന് വായ്പയായിട്ട് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും കാര്യങ്ങളായി. ഇനി ഇതെല്ലാം ബാങ്ക് അവരുന്ന് ഈ സ്ഥാപനങ്ങൾ തരുന്ന ഈ ലെറ്ററിൽ ഉണ്ടാവും. ആ ലെറ്ററിൽ ഉള്ളത് പ്രകാരം നമ്മളുടെ ഇതിനൊരു സീലിംഗ് കൂടിയുണ്ട്. മാക്സിമം എക്സ്പെൻസസ് ഈ പറഞ്ഞതിൽ ട്യൂഷൻ ഫീസിന്റെ 20% കൂടുതലായാൽ അത് കിട്ടില്ല. ട്യൂഷൻ ഫീസ് ഇപ്പോൾ 10 ലക്ഷമാണെങ്കിൽ 2 ലക്ഷത്തിൽ കൂടുതൽ ചാർജ് സ്റ്റഡി ടൂറിനും പ്രോജക്റ്റ് വർക്കിനും തീസിസിനും വേണമെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ വരെയുള്ളതേ കിട്ടുള്ളൂ. 10 ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് ആണെങ്കിൽ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്കകത്താണെങ്കിൽ 10 ലക്ഷം, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ 20 ലക്ഷം എന്നൊരു സീലിംഗ് ഉണ്ട്. പക്ഷെ ആ 20 ലക്ഷം സീലിംഗ് ഒക്കെ ഇപ്പൊ കോഴ്സിന് ചെലവ് കൂടുതലാണെങ്കിൽ വേണ്ടത്ര സെക്യൂരിറ്റി ഇവിടെ എടുത്തുകൊണ്ട് അവര് കൂടുതൽ സംഖ്യ തരും. ഇനി അടുത്ത് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു വിഹിതം വേണ്ടേ? അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ നമ്മൾക്കൊരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത്, നമുക്കാണ് ആദ്യം ഒരു താല്പര്യം വേണ്ടത്. എന്നിട്ടേ പിന്നെ ഇതില് ബാങ്കുകാർക്ക് താല്പര്യമുണ്ടോ? ആദ്യം അവനവനാണല്ലോ ഒരു താല്പര്യം വേണ്ടത്. അപ്പൊ അവനവന്റെ താല്പര്യത്തിനാണ് നമ്മൾ ഇതിൽ മാർജിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് കാശ് ആദ്യം അടയ്ക്കണം. പക്ഷെ 4 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഒരു മാർജിനും വേണ്ട. 4 ലക്ഷം കഴിഞ്ഞ് ഒരാണെങ്കിൽ, 4 ലക്ഷമല്ല, ഒരു 6.5 ലക്ഷം വരെയാണ് നമുക്ക് വായ്പ വേണ്ടതെങ്കിൽ 5% ടോട്ടൽ പ്രോജക്റ്റിന്റെ, അതായത് നമുക്ക് ഈ വിദ്യാഭ്യാസത്തിന് ആകെ കൂടി വേണ്ട കാശിന്റെ 6 ലക്ഷം ഒരു ലോൺ തരും. പക്ഷേ ആ ടോട്ടൽ എമൗണ്ടിന്റെ 5% മാർജിനായിട്ട് നമ്മൾ അടയ്ക്കണം. ഇത് ഇന്ത്യക്ക് പുറത്തൊക്കെയാണെങ്കിൽ 15% അടയ്ക്കണം. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് 15-നും 20-നും 7.5-നൊക്കെ മീതെ ഫീസ് കൊടുത്ത് വിദ്യാഭ്യാസ വായ്പ എടുത്ത് പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ അതിന് വേണ്ട മാർജിൻ
കൊണ്ടുവരേണ്ടതാണ്. മാർജിൻ ഓരോ വർഷാവർഷം എത്രയാണ് ലോൺ എടുക്കുന്നത് അതാത് രീതിയിൽ കൊണ്ടുവന്നാൽ മതി. ഈ വർഷം എത്രയാണ് ലോൺ സംഖ്യയായിട്ട് എടുക്കുന്നത് അതിന് വേണ്ട മാർജിൻ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇനി സെക്യൂരിറ്റിയുടെ കാര്യത്തിലേക്ക് വരാം. 4 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക്, 4 ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഒരു സെക്യൂരിറ്റിയും വേണ്ട. പക്ഷേ അച്ഛനമ്മമാര് കോ ബോറോവർ ആയിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. അച്ഛനമ്മമാര് കോ ബോറോവർ ആയിരിക്കണം. വളരെയധികം ബാങ്കുമായിട്ട് കുറേ അനവധി കാലമായിട്ട് പരിചയമുള്ള ഒരു അക്കൗണ്ട് ഉള്ള ഒരാളാണ് അച്ഛനമ്മമാര്. അവർക്ക് അവരുടെ മക്കൾ നന്നായിട്ട് പഠിക്കുന്നു, അവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ചുറ്റുപാട് വരുമ്പോൾ ചിലപ്പോൾ ബാങ്ക് അതും വേണ്ടാന്ന് പറയും. അത് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാണ്. സാധാരണ രീതിയിൽ ഈ 4 ലക്ഷം വരെ എന്തായാലും മാർജിൻ വേണ്ട. അച്ഛനമ്മമാര് കോ ബോറോവർ ആവണോ വേണ്ടെന്ന് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാണ്. 4 ലക്ഷം വരെ. എന്നാൽ 4 ലക്ഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണം അച്ഛനമ്മമാര് കോ ബോറോവർ വേണം. അതിന് പുറമേ ഒരു മൂന്നാമതൊരാളുടെ ജാമ്യം കൂടി 4 ലക്ഷം കഴിഞ്ഞാൽ 7.5 ലക്ഷം വരെയുള്ളതിന് വേണം. അതിനൊരു തേർഡ് പാർട്ടി കൊളാറ്ററൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഗ്യാരണ്ടി എന്ന് പറയുന്നു. ഇതിനാണ് ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി. അതിന് ഭൂമിയൊന്നും പണയം വെക്കേണ്ട ആവശ്യമില്ല. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈമറി സെക്യൂരിറ്റി അല്ല. പ്രൈമറി സെക്യൂരിറ്റിക്ക് പുറമെ കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റിയാണ് ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി. അപ്പൊ 4 ലക്ഷത്തിന് പുറമെ 7.5 ലക്ഷം വരെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി വേണം. പക്ഷെ തേർഡ് പാർട്ടി ഗ്യാരണ്ടി ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ബാങ്കുകൾ ഒഴിവാക്കി തരും. അത് ഏത് കാര്യത്തിലാണ് ഒഴിവാക്കി തരിക വെച്ചാൽ, ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഉണ്ട് വിദ്യാഭ്യാസ വായ്പകൾക്ക്. കേന്ദ്ര സർക്കാരിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഫോർ എഡ്യൂക്കേഷണൽ ലോൺ എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. അതിൽ നമ്മൾ ചേരുകയാണെങ്കിൽ അപ്പോൾ ഈ തേർഡ് പാർട്ടി ഗ്യാരണ്ടിയും അവര് ബാങ്ക് ഒഴിവാക്കി തരും. ഇനി 7.5 ലക്ഷത്തിന് മീതെ വരികയാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒരു ടാഞ്ചിബിൾ കൊളാറ്ററൽ സെക്യൂരിറ്റി വേണം. ടാഞ്ചിബിൾ കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വന്തം പേരിൽ വീടോ, അച്ഛനമ്മമാർക്ക് സ്വന്തം പേരിൽ വീടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് രജിസ്റ്റേർഡ് മോർഗേജ് ഒന്നും വേണ്ട. അതിനൊരു ഇക്വിറ്റബിൾ മോർഗേജ് വേണം. ഇക്വിറ്റബിൾ മോർഗേജ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ സെക്ഷൻ 54E പറഞ്ഞിട്ടുള്ളതാണ്. അതിലെന്താ പറഞ്ഞത് വെച്ചാൽ, ആ വീടിന്റെ ആധാരം മുതലായവയൊക്കെ വക്കീലിനെ കാണിച്ചിട്ട് വക്കീൽ അതിനൊരു ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് തരും. ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട്. ആ ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ടും ഈ ആധാരങ്ങളും കൂടി ബാങ്കിൽ കൊണ്ടുവച്ചാൽ മതി. ഇതൊരു രജിസ്റ്റേർഡ് മോർഗേജ് അല്ല. രജിസ്റ്റേർഡ് മോർഗേജ് ചെയ്യാൻ പോകുമ്പോൾ അതിനുവേണ്ടി ബാങ്ക് കുറെ അതിനുള്ള ഫീ അടയ്ക്കേണ്ടി വരും. ഇത് ബാങ്കിന്റെ ചാർജ് മാത്രം അടച്ചാൽ മതി. അതുകൊണ്ട് ഇത് ഇക്വിറ്റബിൾ മോർഗേജ് 7.5 ലക്ഷം രൂപയ്ക്ക് മീതെയാണെങ്കിൽ മാത്രം ചോദിക്കും. ഇനിയിപ്പോൾ അച്ഛനമ്മമാരുടെ പേരിലല്ല വീട് അല്ലെങ്കിൽ പറമ്പ് പ്രോപ്പർട്ടി നിൽക്കണമെങ്കിൽ ഗ്രാൻഡ് പാരൻസും ആവാം, മുത്തശ്ശൻ മുത്തശ്ശിക്കാവാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുടുംബത്തിന് നമുക്ക് ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞില്ലേ. വിദ്യാഭ്യാസ വായ്പയ്ക്ക് കുടുംബം ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേപോലെ ഉള്ള ഒരു പാൻഡമിക്, ഒരു മഹാമാരിയൊക്കെ വരുമ്പോൾ നമ്മൾ കുടുംബത്തിന്റെ അകത്ത് എല്ലാവരും അവരവരുടെ വീടിന്റെ അകത്ത് മതി ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ കുടുംബക്കാരെയും എല്ലാം ഓർക്കുന്നു. ഇതേമാതിരി അതായത് ഗ്രാൻഡ് പാരൻസ് അടക്കം കൊളാറ്ററൽ സെക്യൂരിറ്റിയിൽ ഒപ്പിട്ടാൽ മതി. പാരൻസിന്റെ പേരിൽ പ്രോപ്പർട്ടി വേണമെന്നില്ല, ഗ്രാൻഡ് പാരൻസിന്റെ പേരിലായാലും മതി. ഇനി നമ്മൾ നോക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാങ്ക് ഒരു വായ്പയും പലിശ രഹിതമായിട്ട് കൊടുക്കുന്നില്ല. പലിശ വേണമെങ്കിൽ കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പലിശ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പലിശ ഈടാക്കുന്നത് കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കും. ഇപ്പൊ ഈ വർഷം ഡിസംബർ വരെ പലിശ ഈടാക്കുന്നത് മാറ്റിവെക്കുന്നു. കൃഷിക്ക് വേണ്ടിയുള്ള വായ്പകൾക്ക് പലിശ ഈടാക്കുന്നത് മാറ്റിവെക്കുന്നു. ഇതാണ് മൊറട്ടോറിയം കൊണ്ടെന്നുള്ളതിന്റെ ഉദ്ദേശം. പലിശ നിയന്ത്രിക്കുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ ഒരു പരിധി വരെ പലിശ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം വിചാരിച്ചാൽ പലിശ നിയന്ത്രിക്കാൻ പറ്റില്ല. മാർക്കറ്റിൽ ഡിമാൻഡും കൂടിയാണ്. പലിശ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നത് റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് ആണ്. 3 മാസം കൂടുമ്പോഴോ ചിലപ്പോൾ എപ്പോഴൊക്കെ വേണം തോന്നുന്നു അപ്പോഴൊക്കെ റിസർവ് ബാങ്ക് ഈ റിപ്പോ റേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കമേഴ്ഷ്യൽ ബാങ്ക്സിന് അവർക്ക് ആവശ്യം വരുമ്പോൾ റിസർവ് ബാങ്ക് കുറച്ച് കാശ് കൊടുക്കും. നിങ്ങൾ ഇതെടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് വായ്പ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് കൊടുക്കുന്ന സംഖ്യയിൽ ബാങ്കുകൾ റിസർവ് ബാങ്കിന് കൊടുക്കേണ്ട പലിശയാണ് റിപ്പോ റേറ്റ്.
ഇപ്പൊ റിപ്പോ റേറ്റ് 4% എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് 1000 കോടി വായ്പകൾ കൊടുക്കാൻ എടുക്കുന്നുവെങ്കിൽ ആ 1000 കോടിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിന് പലിശ കൊടുക്കണം. ഈ പലിശയ്ക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുക. ഇതെല്ലാ ബാങ്കുകളും കൊടുക്കണം. സർക്കാർ ബാങ്കിന് എന്തിനാ കൊടുക്കണം? അങ്ങനെയൊന്നുമില്ല. ഒരു ബാങ്കിനും ഫ്രീ ആയിട്ട് റിസർവ് ബാങ്ക് ഫണ്ട് കൊടുക്കില്ല. അപ്പൊ ആ റിസർവ് ബാങ്ക് പറയുന്ന ഈ റിപ്പോ റേറ്റിന്റെ അടിസ്ഥാനത്തില് റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് എല്ലാ ബാങ്കുകളും പ്രഖ്യാപിക്കും. റിസർവ് ബാങ്കിന്റെ പണത്തിനെ കുറിച്ചുള്ള ലെൻഡിങ് റേറ്റ്സ് ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പേപ്പർ കാണുന്നില്ലേ, ലെൻഡിങ് റേറ്റ്സ് പുതുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ബാങ്കുകളും അവരുടെ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ്സ് മാറ്റിക്കൊണ്ടിരിക്കും. ഈ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ്സ് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് പറയട്ടെ. ഇപ്പോ കനറ ബാങ്കാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിലത്തെ ലീഡ് ബാങ്ക് കനറ ബാങ്കാണ്. തൃശ്ശൂർ ജില്ലയിലത്തെ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് കനറ ബാങ്കിൻ്റെത് 6.9%. 6.9% ഇപ്പോഴത്തെ റേറ്റ്. അതിന് മീതെ 2% വിദ്യാഭ്യാസ വായ്പയ്ക്ക് ചേർത്തിട്ട് ഇപ്പൊ 8.9%, 8.9% ആണ് കനറ ബാങ്ക് 7.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 8.9%. എന്നാൽ 7.5 ലക്ഷത്തിന് മീതെ പോയാലോ? 7.5 ലക്ഷത്തിന് മീതെ പോയാൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി അവരുടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഒരു വസ്തു അവിടെ ഒരു ഇക്വിറ്റബിൾ മോർഗേജ് ചെയ്തിട്ടുണ്ടാവും. ആ ഇക്വിറ്റബിൾ മോർഗേജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ റിസ്ക് കുറവാണ്. അതുകൊണ്ട് റിസ്ക് കുറവായതുകൊണ്ട് റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റിന്റെ ഒപ്പം 1.6% കൂടുതൽ കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പലിശയുടെ നിയന്ത്രണം. ഇനി ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. പലിശകൾ ഇടയ്ക്കിടയ്ക്ക് റിസർവ് ബാങ്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, കുറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പലിശ കൂടുമ്പോൾ നമ്മളുടെ വായ്പയ്ക്ക് എടുക്കുന്ന പലിശ ബാങ്ക് കൂട്ടിക്കൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും. പക്ഷെ പലിശ കുറയ്ക്കും ബാങ്കുകൾ. റിസർവ് ബാങ്ക് ചിലപ്പോൾ റിപ്പോ ലെൻഡിങ് റേറ്റ് ഒക്കെ കുറയ്ക്കും. അപ്പൊ അടുത്ത് കുറച്ചിട്ടുണ്ട്. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് അതിന്റെ ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി എഴുതി കൊടുക്കണം. നമ്മളുടെ അപേക്ഷ ഉണ്ടെങ്കിലേ പലിശ കുറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ആനുകൂല്യം കിട്ടുള്ളൂ. ബാങ്കുകാർ നിങ്ങളുടെ ഏതെങ്കിലും മൊബൈലിലേക്ക് ചിലപ്പോൾ SMS അയക്കുകയായിരിക്കും, പക്ഷെ നമുക്കത് കിട്ടിയെന്ന് വരില്ല. കാരണം പലപ്പോഴും നമ്മൾ ബാങ്കിൽ മൊബൈൽ നമ്പർ ചിലപ്പോൾ ലിങ്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടാവില്ല. ഇനി അഥവാ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് മൊബൈൽ നമ്പർ മാറ്റി കാണും. അല്ലെങ്കിൽ ഇതൊക്കെ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആണ്. അവിടെ നിന്ന് സിസ്റ്റമാണ് അയക്കണത് ഒരു മെസ്സേജ്. അത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ബാങ്കിൽ പോയി റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ചു വാങ്ങിക്കണം, അതിന് എഴുതി കൊടുത്തത് വാങ്ങിക്കണം. ഇതിന് പുറമെ വേറെ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഇപ്പോൾ തന്നെ 0.5% ഇൻട്രസ്റ്റ് കൺസെഷൻ ഉണ്ട്. ഇതൊരു കാര്യം. പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പലിശ കൊടുക്കേണ്ട ആവശ്യം തന്നെയില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞ് 1 വർഷം അല്ലെങ്കിൽ ജോലി കിട്ടി അടുത്ത മാസം, അത് കഴിഞ്ഞിട്ടേ തിരിച്ചടവ് തുടങ്ങണ്ടു. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചെറിയ വരുമാന മാർഗം ഉണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ പലിശയെങ്കിലും അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ പലിശ വീണ്ടും കുറച്ചു കൊടുക്കും. വീണ്ടും ഒരു 0.5% പലിശ കുറവുണ്ട്. അപ്പോൾ ഒരു ആ കുട്ടിക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, അപ്പോൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പലിശ അടച്ചു തീർക്കാം എന്ന് ബാങ്കിൽ പറയുകയാണെങ്കിൽ പെൺകുട്ടി എന്നുള്ള രീതിക്ക് 0.5% പലിശ കുറവ് കിട്ടും. അതിന് പുറമെ പലിശ അതാത് കാലഘട്ടത്തിൽ സർവീസ് ചെയ്യുന്നത് കൊണ്ട്, അടച്ചു തീർക്കുന്നതുകൊണ്ട് വീണ്ടും 0.5%. ചുരുക്കത്തിൽ പറഞ്ഞാൽ പലിശയിൽ 1% കുറവ് പെൺകുട്ടികൾക്ക് ഈ കാരണം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് പലിശയെക്കുറിച്ചിട്ട് സാധാരണ രീതിയിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ റീപേയ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അത് വിദ്യാഭ്യാസം കഴിയുന്നവരെ റീപേയ്മെന്റ് വേണ്ട. വിദ്യാഭ്യാസം കഴിഞ്ഞ് 1 വർഷം വരെ ജോലിക്കുള്ള കാലഘട്ടം അപ്പോഴും നമ്മൾ തിരിച്ചടയ്ക്കേണ്ട. അത് കഴിഞ്ഞാൽ തിരിച്ചടവ് തുടങ്ങണം. തിരിച്ചടവ് അവര് എല്ലാം ഇക്വിറ്റബിൾ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ്, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ്. മാസം തോറും എത്ര രൂപ അടയ്ക്കണം എന്ന് അവർ പറയും. അത് പ്രകാരം നമ്മൾ അടച്ചുകൊണ്ട് പോകണം. ഇതില് കാലാവധി 15 വർഷമാണ്. 15 വർഷം പറഞ്ഞാൽ ദീർഘമായ ഒരു കാലാവധിയാണ്. 15 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ഇതിനേക്കാൾ കൂടുതൽ ദീർഘമായ കാലാവധി
വീട് വെക്കാൻ ഹൗസിംഗ് ലോണിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഇതിനേക്കാൾ കുറവ് കാലാവധിയെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും 15 വർഷം ഇത് അടച്ചുകൊള്ളണം. ഇനിയിപ്പോൾ അഥവാ അതിനിടയ്ക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ സർക്കാരുടെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ, പ്രധാനമന്ത്രി മുദ്രാ യോജന എന്നൊക്കെ പറഞ്ഞ് പല പദ്ധതികളുണ്ട്. ഇപ്പൊ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ് അടക്കം കൊടുത്ത് ഇവർക്ക് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ ബാങ്കുകൾ തന്നെ ചെയ്തു കൊടുക്കും. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇതിനു വേണ്ടി ഒരു സ്വയം സംരംഭക തൊഴിൽ പരിശീലന കേന്ദ്രമുണ്ട്. അവിടെ എല്ലാം അവിടെ പരിശീലനം ഫ്രീ ആണ്, ഭക്ഷണം താമസം ഒക്കെ ഫ്രീ ആണ്. ഇപ്പൊ ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് അത് അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും പൂർവാധികമായിട്ട് ഇത് കേന്ദ്ര സർക്കാരുടെ മിനിസ്ട്രി ഓഫ് HRD, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകനാണ്. അവിടെ പലതരം കാര്യങ്ങൾ, സെൽഫോൺ റിപ്പയറിംഗ് അടക്കം, കമ്പ്യൂട്ടർ ടെക്നോളജി, വീഡിയോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി അടക്കം, എന്തിനാണ് മറ്റേ ബ്യൂട്ടി പാർലർ, ഹോട്ടൽ, ഫുഡ് ആർട്ടിക്കിൾസ് പ്രിപ്പറേഷൻ, എല്ലാ അടക്കം അവിടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ അവിടെ നിങ്ങളുടെ കോളേജിൽ SN കോളേജിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് ഇവിടെ തൃശ്ശൂർ നടന്നു പോകുന്നു. ഇത് കേന്ദ്ര സർക്കാരുടെ കീഴിലുള്ള സ്ഥാപനമാണ്. താമസം, ട്രെയിനിങ് എല്ലാം തന്നെ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരിക. ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായ ഒരു തൊഴിൽ സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ബാങ്കുകൾ തീർച്ചയായിട്ടും വായ്പ തരും. അവർക്ക് അങ്ങനെ ഒരു ഹാൻഡ് ഹോൾഡിംഗ് പരിപാടി കൂടിയുണ്ട്. അവിടെ ട്രെയിനിങ് കഴിഞ്ഞു പോയ ആൾക്കാർക്ക് അവരെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളടക്കമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ബാങ്ക് ഇൻഷുറൻസ് തീർച്ചയായിട്ടും വേണമെന്ന് നിർബന്ധിക്കും. ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ ആർക്ക് എന്ത് വേണമെങ്കിലും എപ്പോഴെങ്കിലും ആവാമല്ലോ. അതുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ബാങ്കിൽ പോയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഓഫീസിലും പോകണമെന്നില്ല. എല്ലാ ബാങ്കുകളിലും ഇൻഷുറൻസിന് വേണ്ടി അപകട മരണത്തിനും അല്ലാത്ത മരണത്തിനുമുള്ള ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ സർക്കാർ തലത്തിലുള്ള ഒരു പെൻഷൻ കിട്ടാവുന്ന ജോലി കിട്ടിയില്ലെങ്കിൽ സ്വന്തമായ ഒരു പെൻഷൻ പദ്ധതി, അടൽ പെൻഷൻ പദ്ധതി, ഇതും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ്. നമുക്ക് സ്വന്തമായി ഒരു പെൻഷൻ പദ്ധതിയിൽ നമുക്ക് ചേരാൻ പറ്റും. 18 വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് മാസം തോറും 42 രൂപ വീതം അടച്ചുകൊണ്ടിരുന്നാൽ 60 വയസ്സായാൽ അതുവരെ സ്വന്തം സർക്കാർ ജോലി ഒന്നും കിട്ടിയില്ല, ഈ പെൻഷനെ ആശ്രയമുള്ളൂ വെച്ചാൽ ഈ 42 രൂപ അടയ്ക്കുന്ന ആൾക്കും 1000 രൂപ വീതം പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. 42-ന് പകരം 210 രൂപ വീതം മാസം അടയ്ക്കുന്ന ഒരാള് 18 വയസ്സ് മുതൽ അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാസം തോറും 60 വയസ്സ് കഴിഞ്ഞാൽ 5000 രൂപ പെൻഷൻ കിട്ടും. ഇങ്ങനെയൊക്കെ ചില പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ഇതൊക്കെ വിദ്യാഭ്യാസ വായ്പയുള്ള ആൾക്കാർക്കും. ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം ഒരു 210 രൂപ വെച്ച് മാറ്റി വെക്കാവുന്ന ആൾക്കാർക്ക് ഇത് പിന്നീട് അവർക്ക് വയസ്സാവുമ്പോൾ കിട്ടാവുന്ന ഒരു വലിയൊരു സൗകര്യമാണത്. ഇനി ഇതിന് വലിയൊരു കാര്യം, ഈ ബാക്കി എല്ലാ ഇപ്പൊ ഒരു ചെറുകിട വ്യവസായമാവട്ടെ, ഒരു റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ ആവട്ടെ, ഒരു ഉദാഹരണത്തിനായി ഓട്ടോ റിക്ഷ ഓടിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹോട്ടൽ നടത്തുന്ന ആൾക്കാർക്ക്, ഒരു സർവീസ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വേറെ ഹൗസിംഗ് ലോണിനടക്കം, അതായത് ഒരു വീട് വെക്കാനുള്ള വായ്പ എടുക്കണം, അതിനടക്കം ഇപ്പൊ പ്രോസസ്സിംഗ് ചാർജസും അപ്ഫ്രണ്ട് ചാർജസും ഒക്കെ, ഒരു ലോണിന് പ്രോസസ്സിംഗ് ചാർജസ് ഒക്കെ എടുക്കുമ്പോൾ വിദ്യാഭ്യാസ വായ്പയ്ക്ക് പ്രോസസ്സിംഗ് ചാർജസ് ഇല്ല. പക്ഷെ ഒരു പ്രോനോട്ട് അല്ലെങ്കിൽ ഒരു പ്രോനോട്ട് എക്സിക്യൂട്ട് ചെയ്യുക, ഒരു അഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ള സ്റ്റാമ്പ് പേപ്പർ ചാർജസ്, അത് ബാങ്കിന്റെ ചാർജ് അല്ല, അത് സ്റ്റാമ്പ് പേപ്പർ ചാർജസ് സർക്കാരിന് അടയ്ക്കേണ്ടതാണ്, റവന്യൂ ആണ്. അത് മാത്രം ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നല്ലാതെ ഇതിൽ പ്രോസസ്സിംഗ് ചാർജസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതേതാ ഇന്ത്യക്ക് അകത്ത് പഠിക്കുന്ന കാര്യങ്ങൾക്കാണ്. അല്ലാത്ത കാര്യങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളിൽ പ്രോസസ്സിംഗ് ചാർജസ് അതാത് ബാങ്ക്, ഓരോ ബാങ്കിനും ഓരോ രീതിയാണ്, അത് അതിന് ഈടാക്കും. പിന്നെ ഇനി ബാക്കിയുള്ളതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. എല്ലാവർക്കും പാൻ വേണം, പാൻ നമ്പർ, പെർമനന്റ് അക്കൗണ്ട് നമ്പറാണ് പാൻ. ഇത് ഇൻകം ടാക്സ് തരുന്നതാണ്, ഇൻകം ടാക്സ് ഓഫീസിന്. ഇത് അക്ഷയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റും. എല്ലാവർക്കും പാൻ വേണം. ആധാർ പിന്നെ വേണമെന്ന് ഞാൻ പറയണ്ടല്ലോ, ആധാറും അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സെൽഫോൺ ഉണ്ടെന്ന് ഇല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇത് കേൾക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ സെൽഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. ആധാർ നമ്പറും അക്കൗണ്ട് നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. തൃശ്ശൂർ ജില്ല സമ്പൂർണ്ണമായിട്ട് ഡിജിറ്റൽ ആവണം എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ് നമ്മൾ ഫെബ്രുവരി മാർച്ചില്. അതിലാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നത്.
ഈ ബുദ്ധിമുട്ടുകളോട് ഈ സെപ്റ്റംബറിൽ നമുക്കത് എങ്ങനെയായാലും അത് നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ താമസിയാതെ തന്നെ തൃശ്ശൂർ ജില്ല മുഴുവൻ ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കി മാറ്റണം എന്നാണ് റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തീരുമാനം. ഇനി പിന്നൊരു കാര്യം, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പി ബാങ്കിൽ കൊടുക്കണം. അപ്ലിക്കേഷന്റെ ഒപ്പം തന്നെ പാസ്പോർട്ടിന്റെ കോപ്പിയും ബാങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സെൽഫോൺ നമ്പർ മാറിയാൽ, സെൽഫോൺ എവിടെയെങ്കിലും കളഞ്ഞുപോയി സെൽഫോൺ നമ്പർ മാറിയാൽ അത് നമ്മൾ പോലീസിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ അറിയിക്കുന്നതിനൊപ്പം തന്നെ ബാങ്കിലും സെൽഫോൺ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം. ഇതിന് മിനിമം ഏജ് എന്നൊരു സംഭവം തന്നെയില്ല. എത്രയും ഇപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ പോളിയിൽ പഠിക്കുന്നു, കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല, അച്ഛനമ്മമാരോടൊപ്പം ചേർന്ന് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും. അത് അപ്പോൾ 18 വയസ്സിന് താഴെ ആണെങ്കിൽ അച്ഛനമ്മമാരുടെ ഒപ്പം ചേർന്നിട്ടുള്ള ഒരു ലോൺ പദ്ധതിയിലേക്ക് ചേരാം. പിന്നെ ഒരു കുടുംബത്തിൽ, ഇത് ജോർജ് സാർ എന്നോട് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു, അതൊരു കുടുംബത്തിൽ ചേട്ടനെ ലോൺ എടുത്തു, അപ്പൊ താഴെ 2 കുട്ടികളുണ്ട്, രണ്ട് ട്വിൻസ് ആണ്, ഇരട്ട കുട്ടികളാണെന്ന് വിചാരിച്ചോളൂ. 2 പേർക്കും വിദ്യാഭ്യാസ വായ്പ വേണമെങ്കിൽ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. ഇത് അപ്ലിക്കേഷൻ അവരാകെ നോക്കുന്നത് ഇതിൽ തിരിച്ചടവില് എന്തെങ്കിലും റിസ്ക് ഉണ്ടോന്നാണ്. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വിദ്യാഭ്യാസ വായ്പ കൊടുക്കുള്ളൂ എന്ന് ഒരു വാശിയും ബാങ്കുകൾക്കില്ല. വായ്പ ഈ വിദ്യാലക്ഷ്മി പോർട്ടൽ വഴിക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അത് ഏതൊക്കെ ബാങ്കിൽ അയച്ചിട്ടുണ്ട് എന്ന് അതിൽ കാണാം. വിദ്യാലക്ഷ്മി പോർട്ടൽ സന്ദർശിക്കുക. അത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. എല്ലാത്തിനും ഒരു പുൾ ഡൗൺ മെനു ഉണ്ട്. ആ പുൾ ഡൗൺ മെനുവിൽ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. മാത്രമല്ല ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് FAQ അതിലുണ്ട്. പല ആൾക്കാരുടെ സംശയങ്ങളും അവർ തന്നെ അതിൽ അവർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആപ്ലിക്കേഷൻ അവർ ബാങ്കിലേക്ക് പൊക്കോളും. ബാങ്കിൽ നിങ്ങളും പോവുക. എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാതെ പറ്റില്ല. നിങ്ങളുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് അവിടെ പോയാൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരു ബാങ്ക് ആയാലും ഇപ്പം നമ്മളാണെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കാശ് ചോദിച്ചാൽ കൊടുക്കുമോ? അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിലുള്ള ബാങ്കിൽ തന്നെ ഇപ്പം തന്നെ അക്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതേമാതിരി വിദ്യാഭ്യാസ വായ്പ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ചോദിക്കുക, അവർ ലോൺ തരും. 1 മാസത്തിനകം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ലോൺ അനുവദിച്ചോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു ഇൻറ്റിമേഷൻ അവർ തരുന്നതാണ്. ഇനി അഥവാ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാലതാമസം നേരിട്ടാൽ അതാത് ബ്ലോക്കുകളിലെ ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നാട്ടിക തൃപ്രയാറ് എന്നൊക്കെ പറയുമ്പോൾ തളിക്കുളം ബ്ലോക്കാണ്. അവിടെ എപ്പോൾ വരും? ഈ മാസം അവസാനത്തോടു കൂടി അടുത്ത മാസം തുടക്കത്തിൽ ഈ സെപ്റ്റംബർ ഓടുകൂടി അവസാനിക്കുന്ന ഈ ക്വാർട്ടർലി മീറ്റിംഗ്, ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് ബ്ലോക്ക് ഓഫീസിൽ വെച്ച് നടത്തും. അപ്പോൾ അത് അവിടെ ഏതെങ്കിലും കനറ ബാങ്കിൽ ചോദിച്ചാൽ അവർ പറയും. ഇത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കനറ ബാങ്കിൽ ചോദിച്ചാൽ എന്നാണ് ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയും. ആ മീറ്റിങ്ങിന് അവിടുത്തെ എല്ലാ ബാങ്ക് മാനേജർമാരും വരും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വരും, റവന്യൂവിലുള്ള ആൾക്കാർ വരും, തഹസിൽദാരുണ്ടാവും, അല്ലെങ്കിൽ ബ്ലോക്കിലുള്ള ബ്ലോക്ക് സെക്രട്ടറിയോ BDO അവരൊക്കെ ഈ മീറ്റിങ്ങിൽ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പരാതിപ്പെടാം. ഇവിടെ ഇത്ര കാലം കൊണ്ട് കൊടുത്തതാണ്, കിട്ടിയില്ല എന്ന്. ഇവിടെ ഈ മീറ്റിംഗ് നടത്തുന്നത് അവിടുത്തെ അതാത് ലീഡ് ബാങ്ക് കനറ ബാങ്ക് ആയതുകൊണ്ട് കനറ ബാങ്ക് മാനേജറും പിന്നെ LDM എല്ലാ ജില്ലയിലും, തൃശ്ശൂർ ജില്ലയിൽ കനറ ബാങ്കാണ് ലീഡ് ബാങ്ക് എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ LDM കൂടി നടത്തുന്നതാണ്. കുറെ കാലം ഞാനും ഈ മീറ്റിങ്ങുകളിൽ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ലീഡ് ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ പരാതി അവർക്ക് അറിയിച്ചു കൊടുക്കാം. LDM-നോട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം, നമ്മളുടെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്നാണ് അവിടുത്തെ മീറ്റിംഗ്, തളിക്കുളം ബ്ലോക്കിലെ എന്നാണ് ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. അദ്ദേഹത്തെ നമ്പർ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്തോളൂ: 82 81 99 14 76. ഒന്നുകൂടി പറയാം: 82 81 99 14 76. ഇത് LDM-ന്റെ മൊബൈൽ നമ്പറാണ്. അദ്ദേഹം ഇന്നലെ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു വരികയായി ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ വീണ്ടും തുടങ്ങുകയാണ്. ഈ കൊറോണയുടെ കാലത്ത് കാല ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അതും ഇതേമാതിരി ഇപ്പം ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന മാതിരി അതും ഗൂഗിൾ മീറ്റിലോ സൂമിലോ ഒക്കെ വെച്ചിട്ട് നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിൽ പറയാം. എന്നാണ് മീറ്റിംഗ് അറിയിക്കും. എല്ലാ ബാങ്ക് മാനേജർമാരും സൊസൈറ്റിക്കാരടക്കം പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അവിടെ ഈ മീറ്റിംഗിൽ ഇത് പ്രസന്റ് ചെയ്യണം. ഇതിന് വിദ്യാഭ്യാസ വായ്പയ്ക്ക് സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി
എന്നൊരു സബ്സിഡി അടക്കമുണ്ട്. പലിശ വാങ്ങിക്കുന്നുണ്ടല്ലോ സാറേ, വിദ്യാഭ്യാസത്തിന് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇതാണ്: സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി ഉണ്ട്. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി തരുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം തീർന്നിട്ടില്ല, പക്ഷെ വായ്പ എടുത്തിട്ടുണ്ട്. വായ്പയ്ക്ക് ബാങ്കുകൾ പിടിക്കുന്ന പലിശ മുഴുവൻ ആ കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുന്ന വരെയുള്ള പലിശ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സബ്സിഡിയൊക്കെ നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വരവ് വന്നിട്ടുണ്ടോ നോക്കണം. അഥവാ എവിടെയെങ്കിലും വരവ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് ബാങ്കുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇതിന് പുറമെ റീപേയ്മെന്റ് തുടങ്ങിയാൽ, നിങ്ങൾക്കത് കഴിഞ്ഞു, വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നടത്തി, അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചടച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തിരിച്ചടയ്ക്കുന്ന തുകയ്ക്ക് ഇൻകം ടാക്സ് റിബേറ്റ് ഉണ്ട്. ശ്രദ്ധിച്ചോളണേ, ഇൻകം ടാക്സ് റിബേറ്റ് ഉണ്ട്. ഇത് കോഴ്സ് നടക്കുമ്പോൾ തന്നെ, കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര പലിശ നിങ്ങളുടെ കയ്യിൽ വരുന്നോ ആ പലിശയ്ക്ക് നിങ്ങളുടെ പേരൻസിന് ഇൻകം ടാക്സ് റിബേറ്റ് ഉണ്ട്. പേരൻസിന് വിദ്യാഭ്യാസ വായ്പയുടെ പലിശയ്ക്ക് റിബേറ്റ് കിട്ടും. നിങ്ങൾ പൈസ തിരിച്ചടച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പൈസ തിരിച്ചടയ്ക്കുന്നോ ആ തിരിച്ചടയ്ക്കുന്ന തുകയ്ക്ക് ഇൻകം ടാക്സ് റീബേറ്റ് ഉണ്ട്. ഇതൊക്കെ പിന്നീട് ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരിക. അതൊക്കെ അവർ പറഞ്ഞുതരും. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ പോയാൽ തന്നെ ഏത് സെക്ഷന്റെ താഴെയാണ് അതിന് ഇൻകം ടാക്സിന് റിബേറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞുതരും. ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ 11:20 ആവുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട്. മാഡം ആര്യ പറയുമായിരിക്കും. ഞാൻ ലൈനിലുണ്ടാവും. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ മാഡം ചോദിക്കുമ്പോൾ ഞാൻ ഇതിനൊക്കെ കയ്യോടെ ഞാൻ മറുപടി പറയാം. എല്ലാവരും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എഴുതിയിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, വെണ്ണയുണ്ടെങ്കിൽ നെറുനൈ വേറിട്ടു കരുതേണമോ. നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ അതന്നെയാണ് വലിയൊരു ധനം. ഇതാണ് വിദ്യ തന്നെയാണ് ധനം. അപ്പൊ വിദ്യയുടെ പുറമെ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ പറയുന്നത് വിദ്യ തന്നെ ഒരു ധനമായിട്ട് കൊണ്ടു നടക്കണം. പിന്നെ വേറെ ഇനിയൊരു കാര്യം പറയാനുള്ളത്, ജോർജ് സാറ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇത് ഇങ്ങനത്തെ ഈ കൊറോണ ബുദ്ധിമുട്ടുകളൊക്കെ വന്നതും നമുക്കൊരു അനുഗ്രഹമാണ്. ഷേക്സ്പിയർ പറഞ്ഞ പോലെ സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി എന്നൊക്കെ എഴുതിപ്പോയി ഷേക്സ്പിയർ. അതായത് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും നമുക്കിതാ ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഏകദേശം ഇപ്പൊ 80ഓളം ആൾക്കാരാണ് ഇത് പല ദിക്കിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ വീട്ടിന്റെ സൗകര്യത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു സൗകര്യം ഒരുക്കി തന്ന ജോർജ് സാറോടും അംജിത് സാറിനോടും പിന്നെ NSSനോടും SN കോളേജിനോടും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയാം. നിങ്ങൾക്കൊക്കെ നമസ്കാരം. താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ സാർ ഇപ്പൊ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിരുന്നു. സാധാരണ വെബിനാറിനൊക്കെ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നെന്താന്ന് അറിയില്ല, ഒരു ലക്കി ഡേ ആണ്. വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ മുഴുവൻ ശ്രദ്ധയോട് കൂടി കേൾക്കാൻ പറ്റി. എല്ലാവർക്കും അങ്ങനെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ശരിയായ മാർഗനിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഈസി ആവും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് വെബിനാർ തോന്നിയത്. കാരണം ഇവിടെ വരുന്ന കുട്ടികളോട് നമ്മൾ കോളേജിൽ സാധാരണ കുട്ടികൾ വരാറുണ്ട്. ഇവിടെ SN കോളേജിൽ തന്നെ ഇപ്പൊ ഒരു 10ഓളം കുട്ടികൾ ജർമ്മനി, ഫ്രാൻസ് മുതലായ സ്ഥലത്തൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരിവിടെ ആദ്യം ഓടി വരും, എങ്ങനെയാണ് ഈ ലോൺ ശരിയാക്കാന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്ക് പലപ്പോഴും കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ പറ്റാറില്ല. നമ്മൾ അവരെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടും. അവിടെയുള്ള ടീച്ചേഴ്സും പറയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് പിടിച്ചിട്ടൊക്കെയാണ് കുട്ടികൾ ഇതൊക്കെ ശരിയാക്കി എടുക്കാറുള്ളത്. അപ്പൊ ഇത് കേട്ട കുട്ടികൾക്കെങ്കിലും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ഇൻബോക്സ് ചെയ്യുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ദൂരീകരിച്ച് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു അവസരം എല്ലായ്പ്പോഴും ലഭിച്ചുകൊള്ളണം എന്നില്ല എന്ന് പ്രത്യേകം ആലോചിക്കുക. ഇപ്പൊ ആദ്യത്തെ ഒരു സംശയം വന്നിട്ടുണ്ട് സാർ, ഞാനത് വായിച്ചോട്ടെ. വായിക്കണേ. ബാങ്ക് ലോണിന് സംവരണം ലഭ്യമാണോ എന്നല്ലേ? അതെ, അതാണ് സാർ, അതാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? തീർച്ചയായിട്ടും ബാങ്ക് ലോണിന് സംവരണം ലഭ്യമാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പല സൗകര്യങ്ങളും ബാങ്ക് ലോണിനുണ്ട്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ പഠോ പരദേശ്
എന്ന് പദ്ധതി ഉണ്ടെന്ന്, ഇന്ത്യക്ക് പുറത്തേക്ക് പോയിട്ട് പഠിക്കാനുള്ളത്. ഈ ഇന്ത്യക്ക് പുറത്തേക്ക് പോയിട്ട് പഠിക്കാൻ ഉള്ള കാര്യങ്ങൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കാർക്ക് സബ്സിഡി കൂടുതലുണ്ട്. സബ്സിഡി ആയിട്ടാണ് കൂടുതൽ വരിക, അല്ലാതെ പലിശയിൽ കുറവല്ല വരിക, സബ്സിഡി ആയിട്ട് കുറവുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ വരുമ്പോൾ ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ പദ്ധതികൾ, സ്റ്റാർട്ടപ്പ് മിഷന്റെ കാര്യങ്ങളുടെ പദ്ധതിയിൽ തീർച്ചയായിട്ടും സ്റ്റാൻഡപ്പിൽ 10 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ലോണുകൾക്കുള്ളതാണ്. മുൻഗണന പട്ടികജാതി പട്ടികവർഗക്കാർക്കാണ്. തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു സൗകര്യമുണ്ട്. വിദ്യാഭ്യാസ വായ്പയ്ക്ക് സബ്സിഡി കൂടുതൽ കിട്ടും. പലിശയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കുറവില്ലെങ്കിലും വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഒരു സ്വന്തം സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള പദ്ധതികൾ എല്ലാം തന്നെ സബ്സിഡി കൂടുതലാണ്, സൗകര്യങ്ങളും കൂടുതലാണ്. ഇനി വേറെ ഏതെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടോ? ഇനിയും ചോദിക്കാം. ഒരു സംശയം വന്നിട്ടുണ്ട്. ഐശ്വര്യ സുധീഷ് കേൾക്കാമെന്ന് വിചാരിക്കട്ടെ. ഓൾറെഡി ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാമല്ലോ അല്ലേ? ഐശ്വര്യ, ഓൾറെഡി ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കുമോ? അത് ലഭിക്കും. നമുക്ക് റെക്കഗ്നൈസ്ഡ് UGC അല്ലെങ്കിൽ AICT അവിടെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം, എടുത്ത ലോണിൽ തിരിച്ചടവ് എത്രത്തോളം ഉണ്ടെന്ന് അവർ നോക്കും. അതിനാണ് ഞാൻ ആദ്യം തന്നെ ഒരു സിബിൽ റേറ്റിംഗിന്റെ കാര്യം പറഞ്ഞത്. അത് മുഴുവൻ തിരിച്ചടയ്ക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ ഒരു വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 8 ലക്ഷം രൂപയുടെ, അതിൽ 6 ലക്ഷം രൂപയും തിരിച്ചടച്ചു കഴിഞ്ഞു. വായ്പ തിരിച്ചടവില് ഒരു കുടിശ്ശികയും ഇല്ല, ഭംഗിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ റേറ്റിംഗ് ഏകദേശം 750-800 പരിസരത്താണ് നിൽക്കുന്നുണ്ടാവുക. നല്ല തിരിച്ചടവ് സ്വഭാവമുള്ളതായിട്ട് സിബിൽ നിങ്ങളെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു വായ്പ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, തീർച്ചയായിട്ടും കിട്ടും. എനിക്ക് PG, അത് അടുത്തത് ശയന, എനിക്ക് PGക്ക് ലോൺ എടുക്കാൻ UGക്ക് എത്ര % മാർക്ക് വേണം എന്നാണ്. മാർക്ക് വേണം എന്ന് പറഞ്ഞാൽ സാധാരണ ഓരോ ബാങ്കിനും ഓരോ രീതിയാണ്. ഇപ്പൊ ഫെഡറൽ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് 60%, ഫെഡറൽ ബാങ്ക് ഒരു പ്രൈവറ്റ് ബാങ്കാണ് എന്ന് വേണമെന്ന് നിർബന്ധിക്കും. ചില ബാങ്ക് 50% ഉണ്ടെങ്കിൽ തന്നെ തരും. നമുക്ക് ഇനി അഡ്മിഷൻ കിട്ടുന്നത് എവിടെയാണ്? നമ്മൾ അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിന് എത്രത്തോളം ഒരു ജോലി സാധ്യതയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ മിക്കവാറും ഇപ്പൊ പറ്റുന്നതൊക്കെ എന്താ വെച്ചാല്, മുമ്പേ ഗമിച്ചീടിനെ ഗോവ് തന്നെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നുള്ള രീതിക്കാണ്. ഒരാൾ പഠിച്ചു, വീട്ടിൽ മുതിർന്ന ചേച്ചി, ഇപ്പൊ എന്റെ കാര്യത്തിൽ എങ്ങനെ തന്നെയാണ്, MSc മാത്സ് പഠിച്ചു, ഞാൻ MSc മാത്സ് പഠിക്കുക. അല്ലാതെ നമ്മൾ അങ്ങനെയല്ലാതെ നമ്മൾ തൊഴിൽ സാധ്യത കൂടുതലുള്ള ഇതിന് തൊഴിൽ സാധ്യത ഏതിനാണ് കൂടുതൽ എന്ന അതാത് കാലങ്ങളിൽ ഇത് ബാങ്ക് മാനേജർമാര് അവർ സൈറ്റൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുന്നു. അപ്പൊ തൊഴിൽ സാധ്യത കൂടുതലുള്ള ഒരു ദിക്കില് അതിന് സാധ്യതയുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു കോളേജില് നിങ്ങൾക്ക് PGക്ക് വേണം വെച്ചാൽ തീർച്ചയായിട്ടും പല IIM-ലും IIT-ലും ഒക്കെ 38-39 ലക്ഷം ഫീസുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പൊ വിദ്യാഭ്യാസ വായ്പയും വാങ്ങിച്ചിട്ട് UGക്ക് എടുത്ത ആൾക്കാർ തന്നെ PGക്കും കൂടി ലോൺ എടുത്തിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ അത് മാർക്ക് എത്ര എന്നുള്ളതല്ല, എവിടെ അഡ്മിഷൻ കിട്ടി എന്നുള്ളത്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയാൽ അത് എവിടെയാണെന്നനുസരിച്ചിട്ടാണ് PGക്ക്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുക. വാട്ട് ഷുഡ് ഐ ഡു ഇഫ് ഐ ലോസ് മൈ ജോബ് സർ? ഇതിന് പല കാര്യങ്ങളിലും ഇത് ചന്ദന ചോദിച്ചിരിക്കുന്നു. എൻ്റെ ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും? ജോലി പോവാതിരിക്കട്ടെ. പിന്നെ ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല. ഞാനിപ്പോ ഇവിടെ ജോർജ് സാറൊക്കെ ഞങ്ങളൊക്കെ ഒരു ജോലിയിൽ കയറിയാൽ 30-32 വർഷം ഈ ജോലി തന്നെയാണ്. ഇതൊക്കെ കല്യാണം മാതിരിയാണ്. പിന്നെ ആ ജോലി വിട്ട് പോവാനില്ല. ഇങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി. ഇപ്പോൾ ഒരു ജോലിയിൽ ഒരു ഉദ്യോഗാർത്ഥി കയറിയാല് ഒരു 5 വർഷത്തിൽ കൂടുതൽ ജോലിയിൽ ഉറച്ചു നിൽക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തിൽ കൂടുതലൊന്നും എവരും നിൽക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാല് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേറൊരു ദിക്കിന് വരുമാനം കിട്ടുമല്ലോ. നിങ്ങൾ എന്തായാലും ജോലി ഇല്ലാതിരിക്കില്ല. വേറൊരു ദിക്കിൽ വരുമാനം കിട്ടുന്നവരെ അവർ നിങ്ങൾക്ക് ഒരു ടെമ്പററി റീപേയ്മെന്റ് ഹോളിഡേ തരും. അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവും. നിങ്ങൾക്ക് അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ESI കവറേജ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ടും ESI കവറേജ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ അഥവാ ലയബിലിറ്റി വന്നാൽ 7.5 ലക്ഷം വരെ ഇതിന് ഒരു വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഒരു ഫണ്ട് സ്കീം ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ട്. ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഗ്യാരണ്ടി ഫണ്ട് അടയ്ക്കും. നിങ്ങളുടെ മാർജിൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഗ്യാരണ്ടി ഫണ്ട് അവരടയ്ക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. വന്നാൽ തന്നെ അതിന് വേണ്ട സൗകര്യങ്ങളുണ്ട്.
അടുത്തത് ആര്യ. മാഡം ഓരോ കോഴ്സിനും എടുക്കാവുന്ന തുകകളിൽ വ്യത്യാസമുണ്ട് മാഡം. കാരണം അതിന് വളരെ എളുപ്പത്തിൽ പറയട്ടെ, ഒരേ നഴ്സിംഗ് കോഴ്സിന് പല കോളേജുകളും പല ഫീസ് വാങ്ങിക്കും. കേരളത്തിലാണെങ്കിൽ ഒരു ഫീസ്, ഇപ്പൊ MBAക്ക് തന്നെ IIM അഹമ്മദാബാദിൽ MBA എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം 38-40 ലക്ഷം വാങ്ങിക്കും. പക്ഷെ അവരുടെ പ്രോസ്പെക്ടസിൽ അത് വരികയാണ്, അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന MBA പഠിച്ചിറങ്ങുന്ന ഒരു MBA ഹോൾഡർക്ക് ഇന്ന് 70-75 ലക്ഷമാണ് ഒരു മാസം ശമ്പളം കിട്ടുന്നത് IIM അഹമ്മദാബാദിൽ. അപ്പോൾ കോഴ്സിന്റെ ആ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ സ്ഥാപനത്തിന്റെ മഹിമ അനുസരിച്ചിട്ടും ജോലി കിട്ടിയാലുള്ള പ്ലേസ്മെന്റ് അനുസരിച്ചിട്ടും ആ കോഴ്സിന്റെ ഫീ കൂടിയാലും ആ കോഴ്സിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെയുള്ള മാർജിൻ ഒഴിവായി അതിനുശേഷമുള്ള സംഖ്യ ലോണായിട്ട് കിട്ടും. എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാൻ ടൈം പീരീഡ് 15 വർഷമാണ്. 15 വർഷമാണ് ഒരു നിങ്ങൾക്ക് അതിന് മുമ്പ് അടച്ചു തീർക്കാം. അടച്ചു തീർത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ഏതെങ്കിലും ഇപ്പോൾ മുൻകൂട്ടി അടച്ചു തീർത്തുകൊണ്ട് ഫൈൻ പിടിക്കുകയൊന്നുമില്ല അതിന് കേട്ടോ. ഏർലി ക്ലോസിങ്ങിന് വേണ്ടി ഫൈൻ പിടിക്കില്ല. ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ, പ്രോസസ്സിംഗ് ചാർജ് ഇല്ല, ഏർലി ക്ലോഷറിന് ഫൈൻ എടുക്കില്ല. 15 വർഷമാണ്. ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം പേർക്ക് ലോൺ എടുക്കുമോ? തീർച്ചയായിട്ടും കിട്ടും. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ എൻ്റെ മുഖ്യ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു, ഒന്നിലധികം ആൾക്കാർക്ക് കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റാതെ ഒരവസ്ഥ വന്നാൽ പരിഹാരമുണ്ടോ സാർ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാത് ബാങ്കിന്റെ തൊട്ട് മുകളിലുള്ള ഓഫീസിലേക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് കനറ ബാങ്ക് വലപ്പാട് നിന്നാണ് അല്ലെങ്കിൽ KGB തൃപ്രയാർ എന്നാണ് ലോൺ വെച്ചാൽ, ഇവർക്കൊക്കെ തൃശ്ശൂരിൽ ഏരിയ ഓഫീസ് ഉണ്ട്. ഈ തൃശ്ശൂർ ഏരിയ ഓഫീസിലേക്ക് നിങ്ങളൊരു റെപ്രസെന്റേഷൻ എഴുതി കൊടുക്കണം. നിങ്ങൾക്ക് എത്ര വരെ വന്നു, എത്ര അടയ്ക്കാൻ പറ്റും, ഇതൊരു സെറ്റിൽമെന്റിൽ ആക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ഇത് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടും കൂടി ഇവരുടെ മുകളിലുള്ള ഓഫീസിലേക്ക്, ബ്രാഞ്ചിൽ തലത്തിൽ ഇതിനൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. തൊട്ട് മുകളിലുള്ള ഓഫീസ് വിചാരിച്ചാൽ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് തിരിച്ചടയ്ക്കാൻ പറ്റും, എന്താണ്, ഏത് രീതിയിൽ ഇതിനെ ഒന്ന് റീഫേസ് ചെയ്താൽ, ഇപ്പോൾ പല വായ്പകളും റീഫേസ്മെന്റ് എന്നൊരു പരിപാടിയുണ്ട്. റീഫേസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ സൗകര്യമാകുമോ ആ രീതിയിൽ തൊട്ട് മുകളിലുള്ള ഓഫീസ് വിചാരിച്ചാൽ ഇത് റീഫേസ് ചെയ്ത് തരാൻ പറ്റും. അടുത്തത് നിഖിത MG. ഒരേ സമയം 2 കോഴ്സുകളിലേക്ക് എഡ്യൂക്കേഷൻ ലഭ്യമാണോ? ഇപ്പോഴത്തെ ചുറ്റുപാടിൽ അത് ലഭ്യമല്ല. പക്ഷെ ഇന്റഗ്രേറ്റഡ് കോഴ്സസിന് ലഭ്യമാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, BCom + LLB, BA + LLB, BBA + LLB ഇന്റഗ്രേറ്റഡ് കോഴ്സസിന് 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സസിന് വിദ്യാഭ്യാസ വായ്പ. അല്ലാതെ ഒരേ സമയം 2 കോഴ്സിന് ഇപ്പോഴത്തെ ഈ IBAയുടെ സ്കീം പ്രകാരം ലോൺ ലഭ്യമല്ല. ഹൃദ്യ ഹരിദാസ്, ഇൻ കേസ് ലോൺ എടുത്ത് പറഞ്ഞ ടൈം കംപ്ലീറ്റ് ആകാൻ സാധിച്ചില്ലെങ്കിൽ ലോൺ അടച്ചു തീർക്കാൻ ടൈം കൂടുതൽ അനുവദിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ടോ? 3 വർഷത്തെ കോഴ്സാണ്, 3 വർഷം കൊണ്ട് അയച്ചില്ല, സപ്ലിമെന്ററി അടിച്ചു, കമ്പാർട്ട്മെന്റ് ഒക്കെ അടിച്ചു, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു വർഷത്തിന്റെ മൊറട്ടോറിയം ഉണ്ട്, ഒരു റീപേയ്മെന്റ് ഹോളിഡേ ഉണ്ട്. പിന്നെ അതിന് മീത കാലഘട്ടം വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കണം. അതായത് 1 വർഷം കഴിഞ്ഞാലും കോഴ്സ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അസുഖം കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പേഴ്സണൽ ഡൊമസ്റ്റിക് ഡിഫിക്കൽട്ടീസ് കൊണ്ടോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് കൂടി തിരിച്ചടവ് നീട്ടിത്തരണം എന്ന് അപേക്ഷിച്ചാൽ ആ കാലഘട്ടം, എത്ര കാലഘട്ടമാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത്, 1 വർഷമാണോ 18 മാസമാണോ 20 മാസമാണോ എത്രയാണോ നിങ്ങൾ ചോദിക്കുന്നത്, അത്രയും കാലഘട്ടത്തിലേക്ക് ആ റീപേയ്മെന്റ് പീരീഡ് അതിൽ നീട്ടിത്തരും. തൊട്ട് മുകളിലേക്കുള്ള ഓഫീസ്, അതായത് നിങ്ങൾ വലപ്പാട് ബ്രാഞ്ചിലാണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂരുള്ള റീജിയണൽ ഓഫീസിൽ ചോദിക്കണം. എല്ലാ ബാങ്കുകൾക്കും തൃശ്ശൂർ റീജിയണൽ ഓഫീസ് ഉണ്ട്. നിഖിത വീണ്ടും ചോദിച്ചിരിക്കുന്നു, എഡ്യൂക്കേഷണൽ ലോൺ മറ്റു ലോണുകളെക്കാൾ പലിശ എന്നതിൽ കുറവുണ്ടോ? ലോണിന്റെ പലിശ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരുടെ മുൻഗണനാ പ്രകാരമാണ്. കേന്ദ്ര സർക്കാർ ഒരു മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മുൻഗണനാ പദ്ധതി എങ്ങനെ തീരുമാനിച്ചിരിക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം വേണ്ടത് ഭക്ഷണമാണ്. കാരണം ഇവിടെ ഒരു ഭക്ഷ്യസുരക്ഷ നടത്തിയിട്ടുണ്ട്, ഒരു നിയമമുണ്ട്. അപ്പൊ ഭക്ഷ്യസുരക്ഷയുടെ ചുറ്റുപാടിൽ നിൽക്കുന്നത് കൊണ്ട് കൃഷിക്കാണ് ഏറ്റവും പലിശ കുറവ്. കൃഷി ആവശ്യങ്ങൾക്കായിട്ട് കൃഷി നടക്കുന്നുണ്ടെങ്കിൽ, അത് വലിയ പാടത്ത് പണിയൊന്നും വേണ്ട, നിങ്ങളുടെ വീടിന് ചുറ്റുപാടും അവിടെ 5-8 സെന്റ് ഉണ്ട്, അവിടെ നിങ്ങൾ പച്ചമുളകോ കുരുമുളകോ മഞ്ഞളോ ഇഞ്ചിയോ ചേനയോ വാഴയോ എന്ത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ കൃഷി നടക്കുന്നുണ്ടെങ്കിൽ 4% പലിശയ്ക്ക് ഇന്ന് വായ്പ കിട്ടും. ഇത് നിങ്ങളൊക്കെ ധാരാളം കേൾക്കുന്നുണ്ടാവും. കൃഷിക്കാണ് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ സുഭിക്ഷ കേരളം പദ്ധതിയൊക്കെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കൃഷിക്കാണ് ഏറ്റവും കുറവ് പലിശ. ഇതിന് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നൊരു
3 ലക്ഷം വരെ കിസാൻ ക്രെഡിറ്റ് കാർഡിന് നമുക്ക് 4% പലിശയ്ക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ കൃഷി എന്തെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൃഷിയുടെ ഒപ്പം തന്നെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്തോളൂ. കൃഷിയുടെ പേരിൽ ലോൺ എടുത്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. അത് കഴിഞ്ഞാലേ ബാക്കിയുള്ളതുള്ളൂ. മുൻഗണനാക്രമത്തിൽ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൃഷിയുടെ അനുബന്ധ മേഖലകളാണുള്ളത്. അതായത് ഡയറി, ഫാം സെക്ടർ, ആൻസിലറി, അതായത് ട്രാക്ടർ, ടില്ലർ, റിപ്പയർ ഷോപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ, വളം സംഭരണശാലകൾ, അതിനൊക്കെയാണ് പിന്നീട് പലിശ കുറവ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങൾക്കാണ്. ഹോട്ടല്, ബ്യൂട്ടി പാർലർ അടക്കം ഇപ്പോൾ ചെറുകിട വ്യവസായത്തിന്റെ സർവീസ് യൂണിറ്റിൽ വരും. ആ വിഷയം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള സമയമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ, റീറ്റെയിൽ ട്രേഡർ, സ്മോൾ ബിസിനസ്, സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുക, അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കഴിഞ്ഞിട്ടേ വിദ്യാഭ്യാസ വായ്പയ്ക്ക് മുൻഗണനയുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ മുൻഗണനാ ക്രമത്തിലുള്ള ലിസ്റ്റില് കൃഷിയും ചെറുകിട വ്യവസായം കഴിഞ്ഞിട്ടുള്ള മുൻഗണനയെ ഇന്നത്തെ ചുറ്റുപാടില് നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ളൂ. ലോണിന്റെ, എഡ്യൂക്കേഷൻ ലോണിന്റെ ടൈം പീരീഡ് എത്രയാ? അത് ഞാൻ തിരിച്ചടക്കലാണ് എന്ന് വിചാരിക്കട്ടെ. 15 വർഷമാണ് തിരിച്ചടവ് കാലാവധി. നിഖിത, എഡ്യൂക്കേഷൻ ലോണിന്റെ റൂൾസിന്റെ റെഗുലേഷൻസ് എന്തൊക്കെ ആണ് സാർ? സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സ് എന്തൊക്കെയാണ്? സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സ് വീണ്ടും ഒരിക്കൽ കൂടെ കാണിക്കാം. ഈ സൈറ്റിൽ കയറുക, www.vidyalakshmi.co.in. ഈ സൈറ്റിൽ കയറുക. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കയറുക. അതിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു സിംഗിൾ പേജ് കോമൺ എഡ്യൂക്കേഷണൽ ലോൺ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതിൽ വെച്ചാൽ അവിടെ കുറെ ചോദ്യങ്ങളുമുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോണിന് അപേക്ഷിക്കുമ്പോൾ കരുതേണ്ട ആവശ്യരേഖകളിൽ ഒന്ന് ആധാർ, പാൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് കോപ്പി, എത്രയാണോ ലോൺ എടുക്കേണ്ടത് അനുസരിച്ചിട്ട് 4 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഒപ്പം ഒരു പാരന്റ് കോ ബോറോവർ ആയാൽ മതി. 4 മുതൽ 7.5 ലക്ഷത്തിന് വരെയാണെങ്കിൽ വേറൊരാളെ ഒരു ഗ്യാരണ്ടി വേണം, ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി വേണം. 7.5 ലക്ഷത്തിന് മീതെയായി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വേറെ കൊളാട്രൽ സെക്യൂരിറ്റി വേണം. ഭൂമി ഉണ്ടെങ്കിൽ ഭൂമി, അല്ലെങ്കിൽ കിസാൻ വികാസ് പത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ലോൺ തരാൻ വേണ്ടി അയാൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലഡ്ജ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അപ്പോഴും കിട്ടും. ഇതൊക്കെയാണ് വേറെ ലോണിന് അപേക്ഷിക്കുമ്പോൾ കരുതേണ്ട ആവശ്യരേഖകൾ. ഇക്വിറ്റബിൾ മോർഗേജിന്റെ കാര്യത്തിൽ പോകുമ്പോൾ ഒരു 12ഓളം വേറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ഭൂമിയാണ് പണയം കൊടുക്കാനെങ്കിൽ അതിന് എൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം, കുടികിടപ്പ് എടുക്കണം. അതായത് അതിനൊരു വേറെ കുറച്ച് രേഖകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഇനിയൊരു അവസരത്തിൽ ഇക്വിറ്റബിൾ മോർഗേജ് എന്താണ് എന്ന് അതൊരു വളരെ നിയമത്തിന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വക്കീലിനെ കണ്ട് ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് എടുക്കണം എന്ന് പറയാൻ കാരണം. ഒരേ സമയം 2 ആവശ്യങ്ങൾക്ക് ലോൺ ലഭിക്കുമോ? അത് കിട്ടും. പക്ഷെ വിദ്യാഭ്യാസ വായ്പ എടുത്തു, വിദ്യാഭ്യാസം നടത്തി, എന്നിട്ട് പിന്നെ ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുകയാണെന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോഗ്രാഫർ ആവണം, ക്യാമറ വാങ്ങിക്കണം, അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്വയം തൊഴിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ലോൺ കിട്ടും. ഈ ലോണിന് പുറമെ വേറെ ലോൺ കിട്ടും. വിനി, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ ഇടയിൽ നയിക്കാൻ വസ്തുക്കൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യണം? ഈടായി നൽകാൻ വസ്തുക്കളില്ലെങ്കിൽ, അത് നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് എന്നതനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. വേറൊരാളുടെ പ്രോപ്പർട്ടി അയാൾക്ക് സമ്മതമാണ് തരാനെങ്കിൽ അതായാലും മതി. പക്ഷെ അവർക്ക് സമ്മതമാവണം. 7.5 ലക്ഷത്തിന് മീതെ വേണ്ടതിനെ അതൊക്കെ വേണ്ടു. ടീച്ചിങ് ജോബിന് ലോൺ ഉണ്ടോ? ടീച്ചിങ് ജോബിന് നിങ്ങൾ സ്വന്തമായി ഒരു കോളേജോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനുണ്ട്. സ്വന്തമായി ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ലോണുണ്ട്. അതിന് ബെഞ്ച് ഡെസ്ക് വാങ്ങിക്കാൻ, അതിന് കമ്പ്യൂട്ടർ മുതലായ ഹാർഡ്വെയറും സാധനങ്ങളും വാങ്ങിക്കാൻ. ഇതിനൊക്കെ പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ തന്നെ ഉണ്ട്. PMEGP എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അവിടെ. ഇതിപ്പോ തളിക്കുളം ബ്ലോക്കാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ, ഒരു വ്യവസായ ഓഫീസർ വരും. ആ വ്യവസായ ഓഫീസർ പോയി കണ്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ, ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങാനാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനിങ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങാനാണ്, അതിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും അതിനൊക്കെ സബ്സിഡി അടക്കമുണ്ട്. സ്വയമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് സബ്സിഡി അടക്കമുള്ള ലോൺ ഉണ്ട്. താങ്ക് യു സർ, യൂസ്ഫുൾ സെഷൻ. ശരി, അപ്പൊ നമുക്കിപ്പോ തൽക്കാലം കുറെ സംശയങ്ങൾക്കൊക്കെ ഇപ്പോൾ സമയം 11:37 ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. എപ്പോൾ വേണമെങ്കിലും എന്നെ ഓഫീസിൽ വിളിക്കാം. എനിക്ക് തൃശ്ശൂരിൽ സെപ്പറേറ്റ് ഒരു ഓഫീസുണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി സെന്റർ.
അവിടുത്തെ നമ്പർ 0487 232 1116 2321116 തൃശ്ശൂരിലത്തെ നമ്പർ. നിങ്ങൾക്ക് അവിടെ നിന്ന് കോഡ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കണം. പറയൂ നമ്പർ ഒന്നുകൂടി പറയണം അല്ലേ സാറേ? നമ്പർ അല്ലേ വേണ്ടത്? നമ്പർ പറയാം. 0487 232 1116. നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയില്ല, എനിക്കിന്ന് സന്തോഷമുണ്ട്. കാര്യങ്ങൾ ഇപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടില്ലേ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം. നമ്മൾ ഈ നമ്മുടെ മുതിർന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കണേക്കാൾ നല്ലത് ചെറുപ്പക്കാരോട് സംസാരിക്കണം. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ, നിങ്ങൾ ഈ കുറച്ചു മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചു, മുമ്പേ ഗമിച്ചീടിനെ ഗോവുതന്റെ ഒരു പശു മുമ്പിൽ പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ പോണ മാതിരി അല്ലാതെ കുറച്ച് പുതിയ മേഖലകളിലേക്കൊക്കെ പോയി സ്വയം തൊഴിൽ കണ്ടെത്തി വേറൊരാള് തൊഴിൽ തന്നിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതിനേക്കാൾ നല്ലത്, എത്രയോ നല്ലത്, നിങ്ങളൊരു തൊഴിൽ സ്വന്തമായി അവിടെ സ്ഥാപിച്ച് നിങ്ങൾ പറ്റിയെങ്കിൽ ഒരു 3-4 പേർക്ക് ജോലി കൊടുക്കൂ. സ്വന്തമായി അവിടെ ഒരു സ്റ്റുഡിയോ, അല്ലെങ്കിൽ മറ്റേതാ ഇതിൽ കാണാനുണ്ട് ചില ആൾക്കാരൊക്കെ ചില വീഡിയോഗ്രാഫി, എന്തൊക്കെ പുതിയ മേഖലകളാണ്, അതിനൊക്കെ ഇപ്പൊ സൗകര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മേഖലകളിലേക്കൊക്കെ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ NSSന്റെ ശ്രീനാരായണ കോളേജ് നാട്ടികയുടെ NSSന്റെ നേതൃത്വത്തിൽ നടത്തിയ വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതിന്റെ നന്ദി പറയാനായിട്ട് അർച്ചനയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അവിസ്മരണീയമായ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നത് വലിയ അംഗീകാരവും പദവിയുമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആദ്യം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് VR രാമചന്ദ്രൻ സർ, RBI ഡെസിഗ്നേറ്റഡ് ഫിനാൻഷ്യൽ കൗൺസിലർ, തൃശ്ശൂർ ആൻഡ് റിട്ടയർഡ് സീനിയർ മാനേജർ കനറ ബാങ്ക് സാറിന് ഞങ്ങളുടെ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ ഡയറക്ടർ ആൻഡ് തൃശ്ശൂരിന്റെ മേധാവിയുമായ ജോർജ് മാത്യു സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള അംജിത് സാറിനും ഒരുപാട് നന്ദി. അടുത്തതായി നമ്മളുടെ കോളേജിന്റെ പ്രിയങ്കരിയുമായ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം കൂടി നിൽക്കുന്ന ബഹുമാന്യമായ പ്രിൻസിപ്പൽ മാമിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ NSS യൂണിറ്റ് കോർഡിനേറ്റേഴ്സ് ബിൽമിസ് ആൻഡ് ആര്യമിസ്, നിങ്ങളോടുള്ള നന്ദി വാക്കുകൾ ഒതുങ്ങുന്നതല്ല, എങ്കിലും ഒരുപാട് നന്ദിയും സന്തോഷവും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. അടുത്തതായി വെബിനാർ അറ്റൻഡ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 80 പേരോളം നമ്മുടെ വെബിനാറിന് പങ്കെടുത്തിട്ടുണ്ട്. യൂട്യൂബ് ലൈവിലൂടെ ഏകദേശം 15-ലധികം ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്. അവർക്ക് നമ്മളെ എല്ലാ ഡീറ്റെയിൽസും യൂട്യൂബ് സാറ് അതിനിടയിൽ തന്ന നമ്പറുകളും എല്ലാം യൂട്യൂബ് ലൈവില് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് വേർഷനിൽ, അതായത് ഇപ്പൊ ഈ സെമിനാർ നമ്മൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അവൈലബിൾ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടി പേർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കുമല്ലോ. അപ്പൊ അതിൽ ഈ പറഞ്ഞ നമ്പറുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആരെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, അതിന്റെ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ്. ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും വരും. അത് ഫില്ല് ചെയ്ത് അയച്ചാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് NSS പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. മറ്റു കാര്യങ്ങളൊന്നുമില്ല. ജോർജ് മാത്യു സാർ എന്തെങ്കിലും പറയാനുണ്ടോ സാർ? മാഡം, വളരെ സജീവമായിട്ട് എല്ലാവരും പങ്കെടുത്തു. നമുക്ക് ഭാവിയിൽ ഇതുപോലെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ്, അല്ലെ അവർക്ക് പ്രയോജനപ്രദമായ ടോപ്പിക്സ് നമുക്ക് കണ്ടെത്തിയിട്ടേ, ഇന്നിപ്പോ ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊരു വെബിനാർ നടത്തുന്നുണ്ട് വിമല കോളേജുമായിട്ട് ചേർന്നിട്ട്. അത് ഇമോഷണൽ വെൽബീയിങ് ഓഫ് ദ യൂത്ത് ഡ്യൂറിങ് കോവിഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് അതാണ്. അപ്പൊ അങ്ങനെ പല വിഷയങ്ങൾ നമുക്കിനി ഫ്യൂച്ചറിൽ നമുക്ക് ഇതുപോലെ പ്രോഗ്രാംസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാഡമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഇനി ഓണം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. കുട്ടികളുടെ കരിയർ ഇതിനെ പറ്റിയും എന്തെങ്കിലുമൊക്കെ അവരുടെ താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റി നമുക്ക് ചെയ്യാവുന്നതാണ്.
അതെ, ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയ ഒരു കാര്യമല്ല. കാരണം ഒരു ബാങ്കിൽ കയറി ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് നമുക്ക് പറഞ്ഞു തരാനുള്ള സമയം, ക്ഷമ, ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇതിപ്പോ വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാവും കുട്ടികൾക്ക്. അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ബാങ്കിനെ സമീപിക്കാനുള്ള ഭയമെങ്കിലും മാറിയിട്ടുണ്ടാവുന്ന. അതെ അതെ, നമ്മുടെ രാമേന്ദ്രൻ സാറിന് തൃശ്ശൂര് അദ്ദേഹത്തിന് ഓഫീസൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അഡ്രസ്സൊക്കെ ചോദിച്ചു വെച്ചിരുന്നാലേ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. അതെ, ഇതിന്റെ ഒരു റിപ്പോർട്ടിലും പിന്നെ മറ്റു ചാനലിലുള്ള റെക്കോർഡിനേഷനിലൊക്കെ നമ്പേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ, എല്ലാവർക്കും നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു.